शिवारविन्दं 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 ഹരി ഓം. വേദാന്തത്തെക്കുറിച്ച് BR രാജേഷ് ജിയുമായിട്ട് മീറ്റ് ടു മീ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന സത്സംഗത്തിൻ്റെ 3ാമത്തെ എപ്പിസോഡാണിത്. കഴിഞ്ഞ 2 സത്സംഗങ്ങളായിട്ട് 2 എപ്പിസോഡുകളായിട്ട് വേദാന്തത്തിൻ്റെ പ്രായോഗിക വശങ്ങളെക്കുറിച്ചാണ് രാജേഷ് ജി ചർച്ച ചെയ്തത്. എങ്ങനെയാണ് വേദാന്തം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്, എങ്ങനെയാണ് ആ സത്യത്തെ അറിയാൻ നമ്മുടെ ജീവിതത്തിലൂടെ വേദാന്തത്തിൻ്റെ ആപ്ലിക്കബിലിറ്റിയിലൂടെ നമുക്ക് സാധിക്കുന്നത് എന്നെല്ലാമാണ് വളരെ സിമ്പിളായിട്ട് ആ ഗഹനമായിട്ടുള്ള ആ ആഴത്തിലുള്ള ആ സത്യത്തെ, ആ വേദാന്തത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയായിരുന്നു. തുടർന്നും നമുക്ക് രാജേഷ് ജിയുമായിട്ടുള്ള ആ സത്സംഗം നമുക്ക് തുടരാം. രാജേഷ് ജിയിൽ നിന്നും വേദാന്തത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അദ്ദേഹത്തെ നമുക്ക് സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്തേ ജി. ഇടയ്ക്ക് നമ്മൾ സൂചിപ്പിച്ചാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ. ഈ ജഗത് മിഥ്യ എന്നുള്ളത് പല കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ഇടയ്ക്ക് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. പലരിലും ആ ഒരു കർമ്മം ചെയ്യുന്നതിന് മടി കാണിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു അശുഭചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പലരും അങ്ങനെ പറയാറുണ്ട്. എന്താണ് അതിൻ്റെ സത്യം? അത് ഈ നേരത്തെ പറഞ്ഞതുപോലെ മായ അല്ലെങ്കിൽ മിഥ്യ എന്ന് പറയുമ്പോൾ ഈ ഒന്നുമില്ലാത്തതെന്ന് പറയുമ്പോൾ പിന്നെ ഒന്നും ചെയ്യണ്ടേ എന്നുള്ളതാണ്. അപ്പോൾ അതൊരു എസ്കേപ്പിസം അല്ലേ ഈ കർമ്മങ്ങളിൽ നിന്ന് എന്നുള്ളതാണ് ചോദ്യം. വാസ്തവത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചാണ്. ഈ നമ്മുടെ ചുറ്റുപാടുകളുടെ യാഥാർത്ഥ്യം അന്വേഷിക്കാതെ പോകുന്നതാണ് എസ്കേപ്പിസം. ഈ കാണുന്നതും കേൾക്കുന്നതും അതേപടി സ്വീകരിച്ച് അന്വേഷിക്കാനായിട്ട് ഒരു ശ്രമവും നടത്താതെ മുന്നോട്ട് പോകുന്നതല്ലേ വാസ്തവത്തിൽ എസ്കേപ്പിസം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഗൗഡപാദാചാര്യരുടെ ആ കാരികയിലേക്ക് ഒന്നുകൂടി പോവുകയാണ്, മാണ്ഡൂക്യ കാരികയിലേക്ക്. അതിൽ അദ്ദേഹം ആദ്യം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് വിവിധ തരത്തിലുള്ള സിദ്ധാന്തങ്ങൾ അന്നുണ്ടായിരുന്ന, ഇപ്പം നമ്മൾ പറയുമ്പോൾ ഡാർവിൻ്റെ ഉൾപ്പെടെ നമുക്കെടുക്കാം, സിദ്ധാന്തങ്ങളുണ്ട്. ഇതിലെല്ലാറ്റിലും പ്രപഞ്ചം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് പറയുന്നത് ഓരോ സിദ്ധാന്തങ്ങൾ. നേരത്തെ പറഞ്ഞു സാങ്ക്യത്തിൽ സത്കാര്യവാദം, വൈശേഷികന്മാർ അസത്കാര്യവാദം, ബൗദ്ധന്മാർ പ്രതീത്യ സമുത്പാദം, ഡിപ്പെൻഡൻ്റ് ഒറിജിനേഷൻ. ഇപ്പോൾ ഡാർവിനാണെങ്കിൽ തിയറി ഓഫ് ഇവല്യൂഷൻ, പരിണാമവാദം പറയുന്നു. യുഗങ്ങളെടുത്ത് പരിണമിച്ചു, വർഷങ്ങളെടുത്ത് പരിണമിച്ചു എന്നാണ്. അപ്പോൾ ഗൗഡപാദാചാര്യർ പറയുന്നത്
എങ്ങനെ സൃഷ്ടി ഉണ്ടായെന്ന് ഒരു സിദ്ധാന്തം ഉണ്ടാക്കാനാണ് എല്ലാവരും ശ്രമിച്ചത്. ഈ സൃഷ്ടി വാസ്തവത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇവരാരും ആദ്യം ചിന്തിച്ചില്ല, പരിശോധിച്ചില്ല എന്നാണ്. അങ്ങനെ ഇത് യഥാർത്ഥത്തിൽ ഉണ്ടായെങ്കിലല്ലേ അത് ഉണ്ടായത് എങ്ങനെയെന്നുള്ള സിദ്ധാന്തത്തിൻ്റെ അങ്ങനെ അദ്ദേഹം അവതരിപ്പിച്ച വാദമാണ് അജാതിവാദം. അതായത് ഈ പ്രപഞ്ചം ജനിച്ചതല്ല, അജമാണ്. അതുപോലെ ബ്രഹ്മവും ജനിച്ചതല്ല, അതുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട യോഗവാസിഷ്ടത്തിൽ ഒരു ഗംഭീരമായ കഥയുണ്ട്. ഒരു കൊച്ചു കഥയാണ്, ബാലികോപാഖ്യാൻ. അതായത് ഒരു മുത്തശ്ശി, ബുദ്ധി ഉറയ്ക്കാത്ത കുട്ടികൾ എന്നാണ്. മന്ദബുദ്ധി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയുന്ന മെൻ്റലി റേറ്റഡ് ആ അർത്ഥത്തിലല്ല, ബുദ്ധി ഉറയ്ക്കാത്ത കൊച്ചു കുട്ടികൾക്ക്, അവരുടെ ചെറുമക്കൾക്ക് ഉറങ്ങാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത ഒരു കഥ. അപ്പം മുത്തശ്ശിയുടെ ഈ കുട്ടികളെയൊക്കെ കിടത്തിയിരിക്കുകയാണ്, മടിയിലും അടുത്തുമൊക്കെ ആയിട്ട്. എന്നിട്ട് മുത്തശ്ശി പറയുന്നു, ഒരിക്കലും ജനിച്ചിട്ടില്ലാത്ത 3 രാജകുമാരന്മാർ, ഒരിക്കലും ജനിക്കാത്ത 3 കുതിരകളുടെ മേൽ ഇല്ലാത്ത വനത്തിലേക്ക് ഒരു നായാട്ടിന് പോയി. പോകുന്ന വഴിക്ക് അവർക്ക് വല്ലാതെ ദാഹിച്ചു. അവർ അവിടെ പോയപ്പോൾ 3 കുളങ്ങൾ കണ്ടു. ഒന്നിൽ വെള്ളമേ ഇല്ലായിരുന്നു, മറ്റൊന്നിൽ ഈ കുഴി പോലും ഇല്ലായിരുന്നു, മൂന്നാമത്തത് അവിടെ ഒരു ജല സംഭരണിയോ പൊയ്കയോ കിണറോ ഒന്നുമില്ല, വെറും മണ്ണ് മാത്രം. അവിടെ നിന്ന് ഇല്ലാത്ത ജലം കുടിച്ച് ദാഹം. അപ്പോൾ ഇത്രയൊക്കെ ആയപ്പോൾ ഈ കുട്ടികൾ 3 പേരും ഈ കഥ കേട്ട് ഉറങ്ങി. ഇതിൽ ഒരു കുട്ടിയെങ്കിലും ആദ്യമേ ഈ ജനിക്കാത്ത രാജകുമാരന്മാർ എങ്ങനെ ജനിക്കാത്ത കുതിരപ്പുറത്ത് നായാട്ടിന് പോയെന്ന് ഒരു ചോദ്യം ചോദിച്ചെങ്കിൽ അവിടെ നിന്നു. അപ്പോൾ ബുദ്ധി ഉറയ്ക്കാത്തവരായതുകൊണ്ട് ആ ചോദ്യം ചോദിച്ചില്ല, അവർ സുന്ദരമായിട്ടത് കേട്ട് കഥ കേട്ടുറങ്ങി. വാസിഷ്ഠൻ പറയുന്നത്, ബുദ്ധി ഉറയ്ക്കാത്ത കുട്ടികൾക്ക് ഉറങ്ങാനായി മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്ന കടങ്കഥ പോലെ ഈ ജന്മം കടന്നു പോകും. അപ്പോൾ ഈ നമ്മുടെ എല്ലാവരുടെയും ജന്മം അങ്ങനെയാണ്. നമ്മൾ ആദ്യമേ നമ്മൾക്ക് ഓർമ്മ ഉണ്ടാവുന്ന നാൾ മുതൽ നമ്മളൊരു പേര് വിളിച്ചു, ഇപ്പോൾ രാജേഷ് അല്ലെ രാമ എന്ന് വിളിച്ചു. ഇതാണ് നമ്മളെന്ന് ധരിക്കുക. ഇതൊരു തരം ഹിപ്നോട്ടിസം ചെയ്യുകയാണ് നമ്മളെ. നീ രാമനാണ്, നീ രാമനാണ്. ഇത് നമ്മൾ എടുക്കുന്നു. പിന്നെ മുമ്പോട്ട് പോയി ഇന്ന 2 പേരുടെ മകനാണ് അല്ലെങ്കിൽ മകളാണ്. പിന്നെ വളർന്നു പോയി ഇന്ന സാഹചര്യത്തിലാണ് നീ ജനിച്ചത്, നിൻ്റെ കുടുംബം ഇതാണ്, പിന്നെ നമ്മളെല്ലാം ലോകം തരുന്ന അറിവുകൾ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ പറയും എങ്ങനെ, മുമ്പേ ഗമിച്ചിടുന്ന ഗോവുതൻ്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളല്ല എന്ന് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതുപോലെ, ഒരു പശുക്കൾ നടന്നു പോകുന്നു, മുന്നിൽ ഒരു തടി കിടക്കുകയാണ്. ഒരു മുന്നിൽ പോകുന്ന പശു അതിനെ മറികടന്ന് പോയാൽ എല്ലാം മറികടക്കും, ചുറ്റിപ്പോയാൽ എല്ലാം ചുറ്റി. ഇതുപോലെ ലോക ജീവിതം പോകും. ഒരാൾ മാത്തമെറ്റിക്സ് 1 2 3 1 കഴിഞ്ഞ് 2 ആണോ? നമ്മുടെ ബഷീർ പറഞ്ഞതുപോലെ ഇമ്മിണി 1 ഇമ്മിണി ബല്യ 1 എന്ന് അങ്ങനെ ആരും ചിന്തിക്കാത്തത്. ബഷീർ ഒരു സൂഫി സന്യാസി കൂടിയാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് എഴുതാൻ സാധിച്ചത്. അങ്ങനെ ആരും ചിന്തിക്കുന്നില്ല. നമ്മൾ ഈ 1 2 പഠിക്കുന്നു, ആരും തിരിഞ്ഞൊരു ചിന്തയില്ല. ഈ കിട്ടുന്ന കടം കൊള്ളുന്ന ബോറോഡ് നോളജുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അതിൻ്റെ കൂടെ അവരവരുടെ ഇതുമായി ചേർന്ന സംഭാവന ഇത് അടുത്ത തലമുറ വീണ്ടും പഠിക്കും. അപ്പോൾ ഗൗഡപാദാചാര്യർ പറഞ്ഞ ആദ്യം നോക്കേണ്ടത് ഇതിങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, ഇത് സത്യമാണോ നമുക്ക് അനുഭവപ്പെടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കാണുന്ന കാഴ്ചയല്ല മറ്റ് ജീവികൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ രൂപം ഇതൊന്നും ചിന്തിക്കാതെയാണ് ഈ സൃഷ്ടിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം അവതരിപ്പിച്ച വാദമാണ് അജാതി വാദം എന്നുള്ള പേരിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം, ഈ എസ്കേപ്പിസത്തിന് ഇത് ഒളിച്ചോടലല്ലേ മിഥ്യ. അപ്പോൾ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം കിട്ടിയല്ലോ. ഇത് വാസ്തവത്തിൽ ഒളിച്ചോടിയിരിക്കുന്നത്, ഇത് അന്വേഷണ ബുദ്ധി ഇല്ലാത്തവരാണ് ഒളിച്ചോട്ടുന്നത്. ഇപ്പം ഇത് ഇങ്ങനെ ഇപ്പം മിഥ്യ എന്ന് പറയാതെ ഇത് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞവർക്ക് എന്താണ് സംഭവിച്ചത് നമ്മൾ നോക്കണം. ഇപ്പോൾ AC മുറിയിൽ തൂങ്ങി മരിക്കുന്ന കാലമാണ്, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്, ഒരു ചെറിയ കാര്യം നടന്നില്ല. എന്നാൽ ഇനിയിപ്പോൾ ഈ അടുത്ത കാലത്ത് വലിയൊരു ബിസിനസ്സുകാരൻ അല്ലേ, ഞാൻ പേര് പറയുന്നില്ല, അല്ലെ, ബാംഗ്ലൂർ മുറിക്കകത്ത് മരിച്ചു കിടന്നു. അദ്ദേഹം ബിസിനസ്സിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഒരു കാറിന് തന്നെ എത്രയോ കോടി രൂപയാണ്. അദ്ദേഹം ഒളിച്ചോടിയ കർമ്മത്തിൽ നിന്ന ആളാണെന്നാണല്ലോ ലോകം പറയുന്നത്. ആരാണ് അവസാനം ഒളിച്ചോടി? ഇങ്ങനെ ഈ വ്യവഹാരത്തിൽ നിൽക്കുന്ന ഒരാളുടെ
പൂർണ്ണ പ്രതീകമായിട്ടാണ് അർജുനനെ ഗീത അവതരിപ്പിക്കുന്നത്. ഭഗവാൻ ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന് പറയുന്ന ആളാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അവിടെ ഒളിച്ചോടാൻ ശ്രമിച്ചതാരാണ്? അത് ഒരു യാഥാർത്ഥ്യമാവട്ടെ, ഒരു ഇതിഹാസ കഥയാവട്ടെ, ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് ബോധ്യപ്പെടുത്താൻ. അപ്പോൾ യുദ്ധം അനിവാര്യമായി. അവിടെ എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോഴേ അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെട്ടു, സേനയോരുഭയോർ മധ്യേ സ്ഥാപയ മേ രഥം അച്യുത, നമ്മുടെ രഥം ഈ ഇരു സേനകൾക്ക് നടുവിൽ നിർത്താൻ. ഭഗവാൻ അതുപോലെ ചെയ്തു. ഇദ്ദേഹം നോക്കിയപ്പോൾ പിതാമഹൻ, ഗുരു, പിന്നെ സഹോദരന്മാർ, ഇപ്പുറത്തും സഹോദരന്മാർ, ബന്ധുക്കളും, യുദ്ധം ഉണ്ടായ എല്ലാവരും മരിക്കും. ഇതെല്ലാം എൻ്റെ പിതാമഹൻ, എൻ്റെ ഗുരു, എൻ്റെ സഹോദരന്മാർ, എൻ്റെ ബന്ധുക്കൾ. കൈ തളർന്നു, ഗാണ്ഡീവം വഴുതി, അല്ലേ, കാർപ്പണ്യദോഷം ഉണ്ടായി എന്നാണ്. എല്ലാം കൈ വിറയ്ക്കുന്നുവെന്ന് അർജുനൻ, ഈ വില്ലാളി വീരൻ പറയുകയാണ്. യുദ്ധം എല്ലാം സജ്ജമായപ്പോൾ എൻ്റെ കൈ വിറയ്ക്കുന്നു, ഗാണ്ഡീവം വഴുതി പോകും. അപ്പോൾ അർജുനൻ്റെ ജീവിതം എടുത്താൽ ഓർമ്മയുള്ള കാലം മുതൽ അഭ്യാസം ഉറച്ച ഒരു തനി യോദ്ധാവാണ്. ഒളിച്ചോടിയ ആളൊന്നുമല്ല. അപ്പോൾ ഇവിടെ ആരാണ് ഒളിച്ചോടുന്നത്? ഇദ്ദേഹം ബ്രഹ്മസത്യം ഗ്രഹിച്ച ആളല്ല അർജുനൻ. അദ്ദേഹം വ്യവഹാരത്തിലെ ഒരു വലിയ യോദ്ധാവായി നിൽക്കുന്ന ആളാണ്. പക്ഷെ അയാൾക്ക് മനസ്സ് ചഞ്ചലമാണ്. ആ സമയത്ത് പിടിച്ചു നിർത്തിയത് ഈ വേദാന്തമാണ്. ഈ വേദാന്തം ഉപദേശിച്ചാണ് ഈ ഒളിച്ചോടാൻ പോയ ആളെ കർമ്മരംഗത്ത് പിടിച്ചു നിർത്തിയത്. അപ്പം ഭഗവാൻ എന്താണ് ആദ്യമായിട്ട്, അപ്പോൾ അർജുനൻ ഒരുപാട് വാദങ്ങൾ, അതൊക്കെ നമ്മൾ അർജുന വിഷാദ യോഗത്തിലൊക്കെ വായിച്ചാൽ അർജുനനാണ് ഇവിടെ ശരിയെന്ന് തോന്നുന്നു. ഇവരെയൊക്കെ, എൻ്റെ ബന്ധുക്കളെയൊക്കെ കൊന്ന് അവരുടെ ആ രക്തത്തിൽ കൈ കഴുകി ആ രക്തരൂഷിതമായി ആ രാജ്യം എനിക്ക് വേണം. ശരിയല്ലേ? പിന്നെ പുരുഷന്മാരൊക്കെ മരിച്ചാൽ വർഗസങ്കരം ഉണ്ടാകുമെന്ന്. ഇതൊക്കെ അർജുനൻ്റെ വാദങ്ങൾ. ഭഗവാൻ 2-ാം അധ്യായം സാംഖ്യയോഗത്തിലെ ആ ഭഗവാൻ ഉവാച എന്ന് പറഞ്ഞ് സംസാരിച്ച് തുടങ്ങുമ്പോൾ ആദ്യം പറയുന്നത് അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഭാഷസേ ഗതാസൂൻ അഗതാസൂംശ്ച നാനു ശോചന്തി പണ്ഡിത. അതായത് നീ വലിയ പണ്ഡിതനെ പോലെ സംസാരിക്കുന്നു, ദുഃഖിക്കുകയും ചെയ്യുന്നു. ഒരു പണ്ഡിതൻ ദുഃഖിക്കാൻ പാടില്ലാത്തവരെ കുറിച്ച് ദുഃഖിക്കില്ല. നീ അശോച്യാൻ അന്വശോചസ്ത്വം, നീ ദുഃഖിക്കാൻ പാടില്ലാത്തവരെ കുറിച്ച് ദുഃഖിക്കുന്നു. പ്രജ്ഞാവാദാംശ ഭാഷസെ, വലിയ പണ്ഡിതനെ പോലെ സംസാരിക്കുകയും ചെയ്യുന്നു. ഗതാസൂൻ അഗതാസൂംശ്ച, ച എന്ന് വെച്ചാൽ ആൻഡ് ആണ് അവിടെ വരുന്നത്. അതായത് പണ്ഡിതൻ ഗതാസൂൻ പോയവരെ കുറിച്ചും എന്ന് വെച്ചാൽ മരിച്ചുപോയവരെ കുറിച്ചും, അഗതാസൂംശ്ച ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചും, നാനു ശോചൻ പണ്ഡിതൻ എന്ന് വെച്ചാൽ പണ്ടേയുള്ളവൻ, ബ്രഹ്മജ്ഞാനമുള്ളവൻ ദുഃഖിക്കുന്നില്ല എന്നാണ് ആദ്യം ഭഗവാൻ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ആരാണ് അറിവ്? ഈ ബ്രഹ്മജ്ഞാനം ഉള്ളവനാണോ, ബ്രഹ്മവിദ്യ ഉള്ളവനാണോ ഒളിച്ചോടുന്നത്? ഇതില്ലാത്തവനാണോ? അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി. ഇതിനെ ഗുരു നിത്യ ചൈതന്യേതി ഇവിടെ ഗീതാ വ്യാഖ്യാനത്തിലോ പ്രഭാഷണത്തിലോ ഒരിക്കൽ പറഞ്ഞതാണ്. ഒരു പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ ലേബർ റൂമിൽ കയറ്റി, ഇപ്പം പറയണ ഇനി പ്രസവിക്കും. ഇതായിരുന്നു ബാലകൃഷ്ണൻ സാർ പറഞ്ഞ സ്റ്റേജിലെല്ലാം റെഡിയായി നാടകം. ഞാൻ ഇനി അഭിനയിക്കില്ലേ, അടിക്കില്ലേ ആളുകൾ. അതാണ് പറഞ്ഞത്, നീ ഇതിവിടെ നിന്ന് പോയാൽ നീ ഇതിലും അധപ്പതിക്കും. നിനക്കറിയാവുന്നത് യുദ്ധമാണ്. ഇപ്പം ധർമ്മയുദ്ധം ചെയ്യാനുള്ള ഒരവസരമാണ് വന്നിരിക്കുന്നത്. നീ ചെയ്യുന്നുവെന്ന് വിചാരിക്കേണ്ട. മഹാഭാരതത്തിലെ ഗീതയിലല്ല വ്യാസം പറയുന്നുണ്ട്, തപസ് ചീത്തയല്ല, ദാനം ചെയ്യുന്നത് ചീത്തയല്ല, മോഷണം ചീത്തയല്ല. അതും കൂടെ അതിൽ പറയും. ആരാണോ ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നത് അതാണ് ചീത്ത. അപ്പോൾ ഇവൻ ആ സംഘം വന്നു, ഈ അർജുനൻ. അതാണ് ഇയാളുടെ ദുഃഖത്തിന് കാരണം. ഈ സംഘം എങ്ങനെ വന്നു? അജ്ഞാനത്തിൽ നിന്നു. എന്താണ് അജ്ഞാനം? ഇത് യാഥാർത്ഥ്യമാണെന്ന് വിചാരിച്ചു വെച്ചിരിക്കും, ഇത് മിഥ്യയാണെന്ന് കാണാൻ കഴിയുന്നു. അപ്പോൾ അവിടെ ജ്ഞാനമാണോ അജ്ഞാനമാണോ എസ്കേപ്പിസത്തിന് കാരണമാകുന്നത്? നമ്മളത് ചിന്തിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ജീവിതത്തിൽ കുരുക്ഷേത്ര യുദ്ധം പോലെയാണ് ദിവസവും, അല്ലേ?
അപ്പം നമ്മൾ ഇന്ന് ജിയോ പൊളിറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ചുറ്റും യുദ്ധം നടക്കുകയാണ്. അപ്പം ഞാൻ പലപ്പോഴും വിചാരിക്കും, ഇത്രയും ആറ്റം ബോംബൊക്കെ ഉണ്ടാക്കി ഒരു ഭ്രാന്തന്മാരാണോ ആറ്റം ബോംബൊക്കെ ഉണ്ടാക്കി കൂടെ വെച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ലോകത്താണ് ഇത്. എവിടെയും വീണ് പൊട്ടാം. അമേരിക്കയിൽ പല പ്രാവശ്യം റഷ്യ, പണ്ട് സോവിയറ്റ് യൂണിയനിലും അമേരിക്കയിലും ഇതിൻ്റെ സ്വിച്ചൊക്കെ അറിയാതെ ഓണായി പോയിട്ടുണ്ട്. അന്ന് എങ്ങനെയെന്നറിയില്ല, താനേ ഓഫായി. ഏത് ശക്തിയാണ് ഇടപെട്ടെന്ന് ആർക്കും അറിയില്ല. ഇത് നടന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എല്ലാം അറിയുന്ന ഒന്ന് അതിന് പിന്നിലുണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒന്നിൻ്റെ അകത്ത് ഒരു ആറ്റം ബോംബ് കൂമ്പാരത്തിനകത്താണ് ഈ മനുഷ്യ വംശം മുഴുക്കെ ഇന്ന് ജീവിക്കുന്നത്. അവിടെ നമ്മൾ ധീരതയോടെ ഇരിക്കണമെങ്കിൽ ഇത് വെറും കളി, ഇതൊരു വെറും നാടകം, ഇത് സർവം ബ്രഹ്മമയം, ഇതൊരു മിഥ്യ മായ നാടകം. ബാലകൃഷ്ണൻ സാറ് പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. രാമൻ പിള്ള രാവണ വേഷം കെട്ടി അഭിനയിക്കുക. രാമൻ പിള്ളയുടെ സുഹൃത്തിരുന്ന് കാണുന്നു രാവണനായി നിൽക്കുന്നതെന്ന് രാമൻ പിള്ളയെന്ന് സുഹൃത്തിന് അറിഞ്ഞു. രാമൻ പിള്ളയ്ക്ക് എന്തറിയാം? ഞാൻ രാമൻ പിള്ളയാണ്, രാവണനല്ല. വ്യക്തമായി അറിയാമല്ലോ. തിരിച്ചു വന്ന് ഇത് അഴിച്ചു വെക്കുമ്പോഴാണ് ആ രാമൻ പിള്ളയായിരുന്ന രാവണനായിട്ട് നിൽക്കുന്നത്. അപ്പം ഇതാണ് വേദാന്തം പറയുന്ന നേതി നയിതി. ഞാൻ എൻ്റെ ശരീരം, ഈ ശരീരമല്ല, മനസ്സല്ല, ഇന്ദ്രിയങ്ങളല്ല, ബുദ്ധിയല്ല, പ്രാണനല്ല, ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം, ഞാൻ ചിദാനന്ദമായ പരബ്രഹ്മമാണ് എന്ന് വേദാന്തം. അപ്പം ഇതിനെ അഴിച്ചു വെക്കുന്നതിനെ നേതി അല്ലെങ്കിൽ അപവാദ പ്രക്രിയ, അപവദിക്കുക. എല്ലാത്തിനെയും ഞാൻ എന്നെ അല്ലാതെ അയഥാർത്ഥമായ എന്തൊക്കെയാണോ എന്നിൽ കെട്ടിവെച്ചിരിക്കുന്നത് അതെല്ലാം അഴിച്ചു കളഞ്ഞു. ഈ പ്രവൃത്തിയാണ്. അത് എസ്കേപ്പിസം അല്ല അത്. അപ്പോൾ അത് അല്ലാതെ ഇനി രാമൻപിള്ള വിചാരിക്കുകയാണ് രാവണനായിട്ട് മോശമാണ് അയാളുടെ ഡയലോഗ്, ഞാൻ രാമൻ്റെ ഡയലോഗ് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഈ പുണ്യഭാവങ്ങളുടെ നമുക്ക് കിട്ടിയ വേഷം അഭിനയിക്കുക. വേദാന്ത സന്മാർഗ ശാസ്ത്രമല്ല പലരും വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പരമഹംസരുടെ ഒരു ചോദ്യമുണ്ട്, രാവണനാണോ വിഭീഷണനാണോ ഉയർന്ന തലത്തിൽ? ആദ്യം പരമഹംസർ പറയുന്നത്, ശ്രീരാമകൃഷ്ണ പരമഹംസർ, വിഭീഷണൻ സ്വന്തം സഹോദരനെ എല്ലാം ഉപേക്ഷിച്ച് ഭഗവാനെ അഭയം തേടി. വിഭീഷണന് രാജ്യം കിട്ടി. രാവണൻ ഭഗവാനെ എതിർത്ത് യുദ്ധം ചെയ്തു, രാവണന് മോക്ഷം കിട്ടി. ആധ്യാത്മികമായിട്ട് ആരാണ് ഉയർന്നത്? അപ്പം നമ്മൾ ഈ വ്യവഹാരത്തിൽ പറയുന്നതല്ല ആധ്യാത്മികമായത്. ഇതിനെ തിരിച്ച് ആണ് ഇത് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. അവിടെയാണ് ഈ പാപപുണ്യങ്ങളൊക്കെ തെറ്റിപ്പോകുന്നത്. അപ്പം നിരന്തരം രാവണൻ്റെ മനസ്സിൽ എന്താണ്? രാമൻ ശത്രു എന്നോ. കംസൻ അശരീരി കേട്ട അന്ന് മുതൽ കൃഷ്ണൻ്റെ ഭക്തനാണ് ശരിക്കും കംസൻ. എപ്പോഴും കൃഷ്ണൻ വരും, എപ്പോൾ വരും. അവസാനം കൃഷ്ണൻ മടിയിൽ ചാടിയപ്പോഴേ ജീവൻ പോയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ ഇപ്പം ശത്രു മനോഭാവം കൊണ്ട് ഭഗവാന് ലയിച്ച ആളാണ് രാവണൻ, ഭയം കൊണ്ട് ലയിച്ച ആളാണ് കംസൻ. അപ്പം ഇങ്ങനെ ഭക്തിക്ക് പല ഭാവങ്ങളുണ്ട്, നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി യഥാർത്ഥ ജ്ഞാനം ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ഒരു ഒളിച്ചോട്ടമോ അശുഭാപ്തി വിശ്വാസമോ അല്ല, ഇത് ശുഭാപ്തി വിശ്വാസം. അപ്പോൾ ഇപ്പം ബുദ്ധൻ്റെ കാര്യം തന്നെ എടുത്താൽ സർവം ദുഃഖമയം എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആര്യസത്യങ്ങൾ തുടങ്ങുന്നത്. ദുഃഖ കാരണം തൃഷ്ണയാണ്, തൃഷ്ണയെ ജയിക്കണം, അതിന് അഷ്ടമാർഗ്ഗങ്ങൾ. അവസാനം എത്തുന്നത് കെട്ടടങ്ങി നിർവ്വാണം, മോക്ഷം. അപ്പം മോക്ഷം എന്ന് പറയുമ്പോൾ സകല ദുഃഖങ്ങളിൽ നിന്നും മോചനം, അല്ലാതെ മരിച്ചുപോയ മോക്ഷം. ജീവൻ മുക്തി എന്ന അദ്വൈതത്തിൽ പറയുന്നത് അറ്റൈനിങ് മോക്ഷ സ്റ്റിൽ വി എലൈവ്. നമ്മൾ ജീവിച്ചിരിക്കവേ മോക്ഷം നമുക്ക് ഒരാൾക്ക് അനുഭവിക്കാൻ കഴിയും. അയാളുടെ ഉള്ളിൽ നിന്ന് സകലതും പോയി കഴിയും. അപ്പോൾ അങ്ങനെ ജീവിക്കുന്നയാൾക്ക് ഏത് സാഹചര്യം വന്നാലും അയാൾ ഒളിച്ചോടുമോ അതിനെ അഭിമുഖീകരിച്ച് നിൽക്കുമോ? അവിടെ അതാണ് വരേണ്ടത്. അതാണ് ഭഗവത്ഗീത അവസാനിക്കുമ്പോൾ എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീർ വിജയോ ഭൂതിർ ധ്രുവ നീതിർ മതിർമമ. എവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണൻ, അപ്പോൾ ഇവിടെ ജ്ഞാനത്തെ മുന്നിൽ നിർത്തണം. എവിടെയാണോ ധനുസ് ഏന്തിയ അർജുനൻ, അപ്പോൾ ഏത് കർമ്മവും ചെയ്യാൻ രജോ ഗുണമുള്ള ഒരു വ്യക്തിയും അവിടെ വേണം. ഇത് രണ്ടും ഒരുമിച്ചാൽ എല്ലാ വിജയവും അവിടെ വരുമെന്നാണ്. ഇത് ഇന്ന് ലോക ജീവിതത്തിൽ വിജയിക്കാനുള്ള മാർഗം ഈ വേദാന്തം ഉൾക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്.
അതാണ് ബാലകൃഷ്ണ സാറിനും എനിക്കും പറയാൻ. ഈ പല മതങ്ങളും ദർശനങ്ങളും കൊണ്ട് ലോകം ഭിന്നിച്ചിരിക്കുകയാണ്. ഈ അദ്വൈത വേദാന്തത്തിൻ്റെ ദർശനം കൊണ്ട് ഇവയെല്ലാം ഒന്നിപ്പിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ എനിക്ക് ആദ്യം പറയാനുള്ളത് ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ എഴുതിയ ഒരു ശ്ലോകമാണ്. പല മതസാരവും ഏകമെന്നു പാരാതെ ഉലകിൽ ഒരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവതു കണ്ടലയാതിരുന്നിടേണം. അപ്പോൾ അവിടെ ഗുരു പല മതവും ഒന്നെന്നല്ല പറയുന്നത്, പല മത സാരവും ഒന്ന്. അപ്പം മതങ്ങളുടെ ആചാരങ്ങളൊക്കെ വ്യത്യാസമാണെന്ന് മറ്റാരെക്കാളും ഗുരുദേവൻ അറിയാം, ശ്രീനാരായണ ഗുരു. പക്ഷെ അതിൻ്റെ സാരം ഒന്നെന്ന് പാരാതെ മനസ്സിലാക്കാതെ ഉലകിൽ ഈ ലോകത്തിൽ ഒരാനയിൽ അന്ധരെന്ന പോലെ. നമുക്ക് ആനയെ കണ്ട അന്ധന്മാരുടെ കഥ അറിയാം. ഒരാൾ പറയുന്നു ചുമര് പോലെ ഇരിക്കുന്നു, മറ്റേയാൾ പറയുന്നു മുറം പോലെ, അല്ലേ? അതിൻ്റെ പുറം തൊട്ടയാൾ ചുമര് പോലെ എന്നും അന്ധന് കണ്ടുകൂടല്ലോ. ചെവി തൊട്ടയാൾ മുറം പോലെ എന്നും, കാല് തൊട്ടയാൾ അത് തൂണ് പോലെ എന്നും, വാല് തൊട്ടയാൾ കയറ് പോലെ എന്നും, തുമ്പിക്കരം തൊട്ടയാൾ വടം പോലെ എന്നും, കൊമ്പ് തൊട്ടയാൾ പറയുന്നു രണ്ട് വലിയ കുന്തങ്ങൾ പോലെ എന്ന് പറഞ്ഞു. പക്ഷേ ഈ ആനയെ കണ്ട ഒരാൾക്കറിയാം, ആനയെ ശരിക്കും കണ്ട ആളിന് മാത്രമേ ആനയുടെ രൂപം അറിയാം. അന്ധൻ എത്ര അന്ധന്മാരിൽ നിന്ന് തർക്കിച്ചാലും ആനയുടെ രൂപം അറിയില്ല. അതുപോലെ ആനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു. അപ്പം ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരൻ, ദൈവം ആണ് സത്യം എന്ന് സ്ഥാപിക്കാൻ പലവിധ യുക്തി പറഞ്ഞു. പാമരന്മാർ, വിഡ്ഢികൾ, അറിവില്ലാത്തവർ അലവത് കണ്ട് അത് അവർ കിടന്ന് അലഞ്ഞ് ഈ ചോദ്യത്തിലുള്ളതാണ്, ഈ ഭിന്നിച്ച് പ്രശ്നങ്ങളുണ്ടാക്കി അലയുന്നത് പോലെ അലയാതെ ഇരുന്നിടയണം, സമാധാനമായി ശാന്തമായി ഇരിക്കും എന്നാണ് പറയുന്നത്. അവിടെയും ഞാൻ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഒരു ഇലസ്ട്രേഷനാണ്. ഒരു പായ്ക്കപ്പൽ നങ്കൂരമിട്ടു കടലിൻ്റെ നടുക്ക്. അതിൽ പായ് മരം ഉണ്ടല്ലോ, അതിൻ്റെ കൊടിമരം. അതിൽ ഒരു കിളി എങ്ങനെയോ ഈ കപ്പൽ തീരത്ത് നങ്കൂരം ഇട്ടിരുന്നപ്പോൾ ഈ കിളി അതിൽ ചെന്നിരുന്ന് ഉറങ്ങി. ഇത് പോയി കടലിൻ്റെ നടുവിലെത്തിയപ്പോൾ നോക്കിയപ്പോൾ ചുറ്റും കടലാണ്. ഇത് ആദ്യം കിഴക്കോട്ട് പറന്നു. എത്ര പറന്നിട്ടും തീരം കണ്ടില്ല, തിരിച്ചു വന്നു. പടിഞ്ഞാറോട്ട് പറന്നു. എത്ര പറന്നിട്ടും തീരം കണ്ടില്ല, തിരിച്ചു വന്നു. പിന്നെ തെക്കോട്ടും വടക്കോട്ടും ഒക്കെ പറന്നു, തീരം കാണുന്നില്ല. ഇത് തിരികെ വന്ന് സ്വസ്ഥമായി വിശ്രമിച്ചു. അതുപോലെ ഓരോ സ്ഥലത്തേക്ക് പറക്കുകയാണ്. ഇതിൽ പോയാൽ സത്യം, ഈ മതങ്ങളുടെ മാത്രമല്ല, ഇന്ന ഗുരുവിൻ്റെ അടുത്ത് പോയാൽ സത്യം അറിയാം, ഇന്നടത്ത് ഇന്ന ഗ്രന്ഥത്തിൽ സത്യം, ഇങ്ങനെ അലയുകയാണ്. പലരും ഇന്ന് പല കുരുക്കിലാണ് ചെന്ന്. പലരും എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ടേ, ഇങ്ങനെ അവിടെ ചെന്ന് നമ്മൾ അറിഞ്ഞില്ല, അവിടെ ഇങ്ങനെയൊക്കെയാണ്, പല പ്രശ്നങ്ങളിലാണ്. അപ്പോൾ ഈ ഒരു മതത്തിൻ്റെ ആൾ പറയുന്നു ഇത് മതമാണ് സത്യം, മറ്റേ മതം മോശമാണ്. ഇപ്പം ശ്രീനാരായണ ഗുരുവിനടുത്ത് തന്നെ ഒരു മിഷനറി വന്നു, ഒരു സായിപ്പ് എന്ന് പറഞ്ഞു, ക്രിസ്തു കുരിശിലേറിയതിന് ശേഷമാണ് എല്ലാവരുടെയും പാപങ്ങൾ തീർന്ന് സ്വർഗം കിട്ടിയത്. അപ്പോൾ ഗുരു ചോദിച്ചോ അങ്ങനെയാണോ? അപ്പം എല്ലാവരും സ്വർഗത്തിലെത്തിയല്ലോ, അതുപോരാ, അത് ഇതിൽ വിശ്വസിക്കണം എങ്കിലേ അവരെ എത്തുമോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ കുരിശിലേറിയെന്ന് പറഞ്ഞ് എല്ലാവരും സ്വർഗത്തിലെത്തില്ല, വിശ്വസിച്ചാലേ എത്തുള്ളൂ അല്ലേ എന്ന് ചോദിച്ചു. അവസാനം ഗുരു മതം മാറില്ലെന്ന് കണ്ട് ഈ മിഷനറി വിട്ടിട്ട് പോയി. ഞാൻ ഒരു മതത്തെയും കുറ്റമൊന്നും പറയുകയില്ല. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോ സ്പീച്ചിൽ രണ്ടാമത് പറഞ്ഞ ഒരു കഥയുണ്ട്. ഒരു കിണറ്റിൽ ഒരു തവളയുണ്ടായിരുന്നു. അവിടെ ഒരു കടലിലെ തവള വന്നു. അപ്പോൾ ഈ കിണറ്റിലെ തവള ചോദിച്ചു, നീ എവിടെ നിന്നാണ് വരുന്നത്? അത് ഞാൻ കടലിൽ നിന്ന്. അപ്പോൾ ഈ കിണറ്റിലെ തവളയ്ക്ക് കൂപ മണ്ടൂകം എന്നാണ്. ഇതിന് ഈ കിണർ മാത്രമേ. കടലോ അതെന്താണ്? അത് വളരെ വലുതാണ്, ഇത്ര വലുതാണ് ഒരു ചാട്ടം ചാടി. അപ്പോൾ നീ എന്താണ് പറയുന്നത്? നിൻ്റെ ഈ ചാട്ടവും കടലും തമ്മിലൊന്നും താരതമ്യപ്പെടുത്താൻ കഴിയില്ല. തിരിച്ചൊരു ചാട്ടം ഇത്ര വരുമോ? ഇത് ചിരിക്കാനേ കഴിഞ്ഞു. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, ഹിന്ദു അവൻ്റെ കിണറ്റിലിരിക്കുകയാണ്, ക്രിസ്ത്യാനി അവൻ്റെ കിണറ്റിലിരിക്കുകയാണ്, മുസ്ലിം അവൻ്റെ കിണറ്റിലിരിക്കുകയാണ്, ബൗദ്ധൻ അവൻ്റെ കിണറ്റിൽ. ലോകമിതാ പരന്നു കിടക്കുന്നു, ഈ കിണർ പൊളിച്ച് പുറത്തു വരാൻ. അപ്പോൾ സത്യം അറിയണം. കിണർ പൊളിക്കുക എന്ന് പറഞ്ഞാൽ ഈ അജ്ഞതയിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരണം. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ഹിന്ദു വ്യൂ ഓഫ് ലൈഫ് എന്നൊരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്,
ഇതെല്ലാം മതഗ്രന്ഥങ്ങളിലും പറയുന്നത് സത്യം തന്നെയാണ്. പക്ഷേ ഇത് മാത്രമാണ് സത്യം എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നവും വർഗീയതയും ഈ വെട്ടും കുത്തും ഉണ്ടാകും. ബാലകൃഷ്ണൻ സാറ് പറയും ഇതെല്ലാം ബ്രഹ്മത്തിൻ്റെ വിവിധ രൂപങ്ങൾ എന്ന് മനസ്സിലാക്കൂ സാറ് പറയുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ഇതാണ് സത്യം, ഞാൻ ശിവഭക്തൻ, ഞാൻ ഇത്. അതായത് ഈ പല മതങ്ങളുടെ സംഘടനത്തെക്കാളും ഭാരതത്തിൽ നടന്ന വൻ സംഘടനകളാണ് ശൈവ വൈഷ്ണവ സംഘടന അല്ലേ. ഇത് ഒരേ ധർമ്മത്തിൽ തന്നെയുള്ള രണ്ട് ദൈവങ്ങളുടെ പേരിൽ നടന്നത്. അപ്പോൾ സാറ് പറയുന്ന ഈ തത്വം മനസ്സിലാക്കി അത് ഈ നാമരൂപങ്ങളിൽ പെട്ടാൽ പിന്നെ വാളും കുന്തവും എടുക്കാനേ പറ്റൂ. ഇതാണ് വർഗീയ സംഘർഷം എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇതാണ് ഈ പ്രശ്നം, ഈ തത്വം. അപ്പോൾ അദ്വൈത വേദാന്തം പറയുന്നത് ഏത് ഈശ്വര രൂപത്തെ ഭജിച്ചാലും ഏത് മാർഗം ഭജിച്ചാലും ഈ സത്യത്തിലെത്തിയാൽ മതി. ഈ തത്വം ആദ്യമേ പറഞ്ഞു കൊടുക്കുകയാണ്. ആദ്യമേ ഉൾക്കൊണ്ടാൽ ഏത് രീതിയിൽ പോയാലും അവിടെ പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇപ്പം ഇസ്ലാം മതമായാലും ക്രിസ്തു മതമായാലും ഞാൻ അതിലെ വലിയ പണ്ഡിതന്മാരൊക്കെ ആയിട്ട് സംസാരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ തത്വം തന്നെയാണ് എന്നുള്ളത്. പക്ഷേ അത് ഇപ്പോൾ നമ്മൾ ഇത് ഇൻസ്റ്റിറ്റ്യൂഷനൈസ് ചെയ്ത് ഓരോ മതങ്ങളുടെ രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് ഈ ഗ്രന്ഥങ്ങളിലെ സത്യം അതുപോലെ പറയപ്പെടുന്നില്ല, മറഞ്ഞുപോയി. അത് ഇപ്പോൾ ഭാരതത്തിലായാലും അങ്ങനെ തന്നെയാണ്. അത് അതുപോലെ പറയാൻ സാധിക്കുന്നില്ല. അതിന് ഓരോരുത്തരുടെ സ്ഥാപിത താല്പര്യം പോലെ. അതിപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യം എടുത്താൽ തന്നെ സാമൂഹ്യ പരിഷ്കർത്താവാണ്, വിപ്ലവകാരിയാണ്. ഗുരു തന്നെ പറയുന്നുണ്ട്, അറിവത് നാം അറിവാകുന്നു എന്ന് ഗുരു വ്യക്തമായി തന്നെ കുറിച്ച് പറയുന്നു. അതാരും എടുക്കുന്നില്ല. അപ്പം ഇതാണ് പ്രശ്നം. അവനവൻ നിൽക്കുന്ന ആ തലത്തിൽ ഒരു കൊച്ചറിവിൽ നിന്നുകൊണ്ട് ഇതിനെ നോക്കിക്കാണും. അതാണ് അന്ധൻ എന്ന് പറയുന്നത്. അന്ധന്മാർ ആനയെ കാണും പോലെ ഈ പരമസത്യത്തെക്കുറിച്ചാണ് എല്ലാ മതങ്ങളും പറഞ്ഞത്. ഗുരുവിനോട് തന്നെ ചോദിച്ചു, അതെങ്ങനെ എല്ലാ മതങ്ങളും ഒന്നെന്ന് പറയും? CV കുഞ്ഞിരാമൻ്റെ ഇൻ്റർവ്യൂവിൽ ചോദിച്ചു ശ്രീനാരായണ ഗുരുവിനോട്. ആ മതം അങ്ങനെയല്ലേ പറയുന്നത്, ഈ മതം അതിൽ സ്വർഗ നരകമുണ്ട്, അതിൽ മോക്ഷമില്ല, ഇതിൽ മോക്ഷം. അപ്പോൾ ഗുരു പറഞ്ഞത് മതങ്ങൾ പറയുന്നത് ഇതിനെ പിന്തുടരുന്നവർ ഉന്നമനത്തിലേക്ക് പോകുമെന്നാണോ താഴോട്ട്, ആ കാര്യത്തിൽ അവരെ ഏക അഭിപ്രായമാണെന്നും. അപ്പം ഈ ഗുരു പറഞ്ഞ ഒരു ജാതി ഒരു മതം, അവിടേക്കാണ് നമ്മൾ. ഒരു ജാതി എന്തെന്ന് ഗുരു വ്യക്തമായി പറയുന്നു, മനുഷ്യത്വം. പശുക്കൾക്ക് ഗോത്വം എന്നതുപോലെ മനുഷ്യത്വം ഉള്ളവരാണ് മനുഷ്യജാതി. അവർ പുണർന്നു പിറന്നവരാണ്. അതായത് പ്രത്യുൽപാദനം നടത്തുന്നത് നേരെ പുണർന്ന്, മറ്റ് സ്പീഷീസ് അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇത് എല്ലാം മനുഷ്യജാതി, അവിടെ പിന്നെ ജാതി തിരിക്കേണ്ട. ഗുരു പറഞ്ഞ ഒരു മതം ഏതാണ്? ഇവിടെ പല മതങ്ങളുണ്ടല്ലോ, അപ്പോൾ പിന്നെ എങ്ങനെ ഗുരു ഒരു മതം? ഇത് വ്യക്തമായിട്ട് ആത്മോപദേശ ശതകത്തിൽ ശ്രീനാരായണ ഗുരു പറയുന്നു. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം, സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു, ജഗതിയിൽ ഇമ്മതമേകമെന്ന്, ഒരു മതം, ഇമ്മതം ഏകം എന്ന് ചിന്തിച്ചകമണയാതകതാരമർത്തിടയണം. എല്ലാവരുടെ എല്ലാ പ്രവൃത്തി എന്തിനാണ്? ആത്മസുഖത്തിന് അല്ലേ. ഒരിക്കൽ എബ്രഹാം ലിങ്കൺ വക്കീലായിരുന്നപ്പോൾ നടന്നു പോയപ്പോൾ കുറച്ച് പന്നിക്കുട്ടികൾ കുഴിയിൽ കിടന്നു. അപ്പോൾ സുഹൃത്തുക്കളോട്, നിങ്ങൾ പൊയ്ക്കോ, ഞാനിതിനെ എടുത്തു. എന്തിന്, വേറെ ആവശ്യമില്ലാത്ത, അല്ല നിങ്ങൾ പൊയ്ക്കോളാം പറഞ്ഞു. ഇദ്ദേഹം കുഴിയിലിറങ്ങി പന്നിക്കുട്ടികളെ എടുത്ത് പുറത്ത് വെച്ച്. അതിനെക്കുറിച്ച് ഇദ്ദേഹം സത്യസന്ധനായതുകൊണ്ട് പറഞ്ഞതാണ്, ഞാനൊരു പുണ്യപ്രവൃത്തി ചെയ്യാനല്ല അത് ചെയ്തത്, ഇതങ്ങനെ കിടന്നാൽ എൻ്റെ മനസ്സിനൊരു ശാന്തി കിട്ടില്ല, ഞാനിത് ചെയ്തത് എൻ്റെ മനസ്സിൻ്റെ ശാന്തിക്കാണ്. അപ്പോൾ എല്ലാവരുടെ എല്ലാ പ്രവൃത്തിയും അവനവൻ്റെ ആത്മസുഖത്തിനാണ്. അതാണ് ഗുരു, അവനവൻ ആത്മസുഖത്തിനായി പ്രയത്നം, സകലവും. ഈ അഭിപ്രായക്കാരാണല്ലോ എല്ലാവരും അല്ലേ. ആത്മസുഖം വേണം, ജഗതിയിൽ ഇമ്മതം ഏകം, ഈ ഒരു മതമേ ഉള്ളൂ. അപ്പോൾ എല്ലാ മതത്തിൻ്റെയും ലക്ഷ്യം എന്താണ്? ആത്മസുഖം ആണല്ലോ. അല്ലെന്നാലും അപ്പോൾ സ്വർഗത്തിലെത്തുന്നത് എന്തിനാണ്? ആത്മസുഖം. സ്വർഗത്തിലെത്തിയാലും അത് കിട്ടുമോ എന്ന് നോക്കണം. ഇപ്പം മഹാഭാരതത്തിലൊക്കെ ശന്തനുമൊക്കെ സ്വർഗത്തിലിരുന്ന് യുദ്ധം കണ്ട് കണ്ണുനീർ വാർക്കി. അപ്പോൾ സ്വർഗം കിട്ടിയിട്ടും സമാധാനവും ശാന്തി. അതിനും അപ്പുറം അത് ഒരു ലോകം, നാമരൂപമുണ്ടോ അവിടെ പ്രശ്നം. ആ നാമരൂപങ്ങളെ ത്യജിക്കാനാണ്. അതാണ് തേന ത്യജിച്ചിട്ട് അത് എന്താണോ ആ നാമരൂപങ്ങൾക്കുള്ളിലുള്ളത്, ഈശാവാസ്യം ഇതം സർവം തേന ഭുഞ്ചിത, ഈ എല്ലായിടത്തും വസിക്കുന്നത് ഈശ്വരനാണ്. അതിനെ ഈ നാമരൂപങ്ങളെ ത്യജിച്ചിട്ട് അതിൻ്റെ സത്തയെ ഭുജിക്കുക.
അതാണ് ഈശാവാസ്യ ഉപനിഷത്ത് ആദ്യം. ഈശൻ ജഗത്തിലെല്ലാം അവസിക്കുന്നത് കൊണ്ട് നീ ചരിക്ക മുക്തനായി ആശിക്കരുത് ആരുടെയും ധനം. ശ്രീനാരായണ ഗുരുവിൻ്റെ തർജ്ജിമയാണ്. അപ്പോൾ ഇതാണ് സത്യം, പരമമായ സത്യം. അപ്പോൾ ഈ സത്യം ഉൾക്കൊള്ളണം ഈ അദ്വൈത വേദാന്തത്തിൻ്റെ. ശരിക്കും പറഞ്ഞാൽ ക്രിസ്തു പറഞ്ഞതും എല്ലാം ഈ തത്വം തന്നെയാണ്. ഈ സെമിനാരിയിലൊക്കെ പഠിച്ച എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് തന്നെയാണ്. മറ്റൊരു രീതിയിൽ അത് പറയുന്നതേ ഉള്ളൂ. ഇപ്പം പുരാണങ്ങളിൽ ഈ തത്വം കഥകളിലൂടെ പറയുന്നത് പോലേ ഉള്ളൂ. ഇപ്പം മറ്റ് മതങ്ങളെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും എല്ലാ സെമിറ്റിക് മതങ്ങളായാലും ഈ തത്വം അവിടെയൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ബൈബിളിൽ തന്നെ 10 കന്യകമാരുടെ കഥ, അത് ഇനിയും രക്ഷകൻ വരും, അല്ലെങ്കിൽ മണവാളൻ വരും, എപ്പോഴാണ് വരുന്നത് രക്ഷകൻ എന്ന് ക്രിസ്തുവിനോട് ശിഷ്യന്മാർ ചോദിച്ചു. അപ്പോൾ 10 കന്യകമാരുടെ കഥ പറഞ്ഞു. ഒരു മണവാളൻ ഇവരെ സ്വയംവരിക്കാൻ വരും, ഇവരെ കൊണ്ടുപോകാൻ വരും. 10 എപ്പോഴും വരുമെന്നറിഞ്ഞു. 10 കന്യകമാരും തയ്യാറായിരുന്നു, വിളക്കൊക്കെ കത്തിച്ചിരുന്നു. 5 പേര് ഉറങ്ങിപ്പോയി. ആ സമയത്ത് മണവാളൻ വന്ന് ഉണർന്നിരുന്ന 5 പേരെ കൊണ്ടുപോയി. അപ്പോൾ ഇതെപ്പോൾ ഈ സത്യം ഉണരുമെന്ന് ആർക്കും അറിയില്ല. ശ്രദ്ധയോടെ ജാഗ്രതയോടെ ഇരിക്കണം. ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞതുപോലെ തസ്മാത് ജാഗ്രത ജാഗ്രത എന്ന്. അതായത് ഈ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, ശ്രദ്ധയുള്ളവനെ ജ്ഞാനം കിട്ടും. അപ്പോൾ ഈ ശ്രദ്ധ എന്താണെന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. നമ്മൾ പറയുന്ന ബിലീഫ് ഈശ്വര വിശ്വാസം അല്ല, വിശ്വാസം, ശ്വാസത്തിൻ്റെ ഒരു ഗതിയാണ് അവിടെ പറയുന്നത്. നമുക്കറിയാം നിശ്വാസം, ദീർഘനിശ്വാസം അല്ലെ, നെടുവീർപ്പ്. അപ്പോഴൊക്കെ ശ്വാസത്തിന് ഓരോ ഗതി. നമുക്കൊരു ആപത്ത് വരുമ്പോൾ പെട്ടെന്നൊരു കുഴിയിൽ കാലായിപ്പോയി, ശ്വാസം വേറൊരു ഗതിയാണ് അല്ലേ. സന്തോഷം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ ഗതി. ഇതെന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഈ ഒളിമ്പിക്സൊക്കെ ടി വി കാണും. അപ്പോൾ 100 മീറ്റർ ഈ സ്പ്രിൻ്റ് അതിനു വേണ്ടി ഓടാൻ നിൽക്കുകയാണ്, ഒരു വെടി വയ്ക്കും അല്ലേ. ഈ വെടി ശബ്ദം കേൾക്കാൻ നിൽക്കുന്നവൻ്റെ ശ്വാസം എങ്ങനെയാണ്? ആ ശ്വാസഗതിയാണ് വിശ്വാസം. ഈ ഗുരുവാക്യങ്ങളിൽ ആ വിശ്വാസം, ശ്രദ്ധയുള്ളവന് ഈ ജ്ഞാനം കിട്ടും. അതാണ് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ഈ ജ്ഞാനത്തിലേക്കാണ് എല്ലാ മതങ്ങളും. അത് കഥകളിലൂടെ ആവാം. ഇപ്പം ഈ 10 കന്യകമാരുടെ കഥയിൽ ഇത് എപ്പോഴും ജാഗ്രത ആയിട്ടിരിക്കുക, ഈ ജ്ഞാനത്തെ സ്വീകരിക്കാൻ, അതല്ലേ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് മുഴുവനും നമ്മൾ നോക്കിയാലും ഇത് പല കഥകളിലൂടെ പറഞ്ഞ് എനിക്ക് തോന്നുന്നത് ഇത് ഇൻ്റർപ്രട്ട് ചെയ്ത് വേറെ ആയിപ്പോയത് എന്നാണ് തോന്നുന്നത്. ഇത് ഈ ജ്ഞാനത്തിലേക്ക് തന്നെയാണ് ഇത് വരുന്നത്. ഈ അദ്വൈത വേദാന്തം മാത്രമാണ് ഇതിനെ കഥകളിലൂടെ അല്ലാതെ ഉപനിഷത്തുകൾ ഡയറക്റ്റായിട്ട് ഇത് നേരിട്ട് ഇതാണ് ജ്ഞാനം എന്ന് പറഞ്ഞു. അതാണ് അതിൻ്റെ ഒരു പ്രസക്തി എന്നുള്ളതേ ഉള്ളൂ. അതിലേക്ക് എല്ലാവരും വന്ന് ഇതൊന്ന് ഉൾക്കൊണ്ടാൽ, ഈ എൻ്റെ മാത്രം എന്നുള്ള സങ്കുചിതമായ ഒരു കാര്യം മാറ്റിയാൽ. ഇപ്പം നമ്മൾ ബന്ധം മോക്ഷം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ബന്ധനം? അപ്പോൾ അത് സ്വാമി രാമതീർത്ഥൻ്റെ ഒരു ഇലസ്ട്രേഷൻ ഉണ്ട്. ഈ നോർത്ത് ഇന്ത്യയിൽ കുരങ്ങനെ പിടിക്കാനായിട്ട് വാവട്ടം ചെറുതായ കുടത്തിൽ പഴങ്ങൾ വയ്ക്കും. ഈ കുരങ്ങ് പോയി കൈയിട്ട് പഴം എടുക്കും, പഴം വരൂല, വാവട്ടം ചെറുതാണ്. കൈ വിട്ടാ വരും, കൈഞ്ഞെടുക്കാം. ഈ മടയൻ കുരങ്ങൻ ഈ പഴം വിടാനും തയ്യാറല്ല, അവിടെ കുരുങ്ങും, ഇവനെ പിടിക്കും, ഒരു മുറിവും ഇല്ലാതെ ഇവനെ പിടിക്കും. നമ്മൾ നമ്മുടെ സങ്കുചിതമായ ചിന്തകൾ പിടിച്ചിരിക്കുക. നമ്മളാണ് ഒരു തൂണിനെ പിടിച്ചിട്ട് വിട്ടുപോകാൻ പറയുന്നത്. ഇതാണ് മായ. അപ്പോൾ ബന്ധനം നമ്മളുണ്ടാക്കിയതാണ്. നമുക്കേ അതിൽ നിന്ന് മോചനം സ്വയം മോചിക്കാനേ സാധിക്കും. ഇതാണ് ബന്ധമോക്ഷങ്ങളുടെ രഹസ്യം. അപ്പം ഇത് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ വഴിയെ പോകട്ടെ, തർക്കമില്ല അവിടെ അല്ലേ. ഞാൻ ചെയ്യുന്നത് നീ ചെയ്യുന്നത് എല്ലാം സർവം ബ്രഹ്മമയ, യാതൊന്ന് ചെയ്വതത് നാരായണാർച്ചനകൾ. അദ്ദേഹം ചെയ്യുന്നതും ഈ ബ്രഹ്മത്തിനുള്ള അർച്ചന തന്നെയാണ്. മാർഗത്തിൽ നമ്മൾ ബലം പിടിച്ചിട്ട് കാര്യമില്ല. ഈ സത്യം മനസ്സിലാക്കുവോളം ഈ സംഘടനകൾ തുടരും. ഈ വേദാന്തം ജ്ഞാനം ഉൾക്കൊള്ളുകയാണ് ഇതിൽ നിന്ന് രക്ഷ നേടാനുള്ള ഏക മാർഗം. അദ്വൈത വേദാന്തത്തിൽ ഈ അത്ഭുതങ്ങൾക്കോ സിദ്ധികൾക്കോ ഉള്ള സ്ഥാനം എന്താണ്? ഇന്ന് എല്ലാവരും ഈ അത്ഭുതങ്ങളുടെയും സിദ്ധികളുടെയും പുറകെ. ആർക്കും ഈ വേദാന്തം വേണ്ട. വേദാന്തം ആളെ കൂട്ടാൻ പറ്റിയ ഒരു ശാസ്ത്രമോ സിദ്ധാന്തമോ അല്ല. ഒരിക്കൽ ശ്രീനാരായണ ഗുരു ആലു അദ്വൈതാശ്രമത്തിൽ ഇരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട്, ഗുരുവിൻ്റെ ശിഷ്യന്മാരോട് വേദാന്തം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കർഷകർ വന്നു. അപ്പോൾ അവർ വന്ന് കേട്ടുകൊണ്ടിരുന്നപ്പോൾ വേദാന്തമാണ്, അവർ പിന്നിൽ പോയിരുന്നു. അപ്പോൾ ഗുരുവിന് മനസ്സിലായി വേദാന്തം പറയുന്നത് കൊണ്ടാണ് അവർ വരാത്തത്. ഗുരു വേദാന്തം നിർത്തി.
അപ്പോൾ അവർ വന്ന് അടുത്തിരുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഗുരുവിൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി. വീണ്ടും ഗുരു വേദാന്തം പറയാൻ തുടങ്ങിയപ്പോൾ അവർ പോയി കഴിഞ്ഞപ്പോൾ ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു, വേദാന്തം ആൾക്കാരെ അടുപ്പിക്കാനും അകറ്റാനും കൊള്ളാം. ഇതാണ് വേദാന്തം. അപ്പം അതുകൊണ്ട് ഈ വേദാന്തം ആൾക്കാർ മുഴുക്കെ ഗ്രഹിച്ച് കളയുമെന്നും അതോടെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നും ഉള്ള അഭിപ്രായമൊന്നും ബാലകൃഷ്ണൻ നായർ സാറിനുമില്ല, എനിക്കുമില്ല. അപ്പോൾ ഈ അത്ഭുതങ്ങളുടെ കാര്യം ഒരിക്കൽ ശ്രീരാമകൃഷ്ണ പരമഹംസർ ദക്ഷിണേശ്വരത്ത് തന്നെ ഗംഗയുടെ തീരത്ത് അദ്ദേഹം ഇങ്ങനെ ഒരു ആൽമരച്ചുവട്ടിലിരുന്നപ്പോൾ ചില ശിഷ്യന്മാരും ആൾക്കാരും വന്ന് പറഞ്ഞു, അങ്ങേക്കാൾ വലിയ സിദ്ധികളുള്ള ഒരു വലിയ സിദ്ധപുരുഷൻ ദാ വരുന്നുണ്ട്, അങ്ങേക്കാൾ വലിയ ഗുരുവായി മാറും. അപ്പോൾ ഇദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന് പറയുന്നത് വിദ്യാഭ്യാസമൊന്നും ചെയ്യാത്ത ഒരു കാളി ടെമ്പിളിലെ ഒരു പ്രീസ്റ്റ്, ഇല്ലിറ്ററേറ്റ് പ്രീസ്റ്റ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ശരിയാണ് സംഭവം, ഗംഗയുടെ മുകളിൽ കൂടി, വെള്ളത്തിൻ്റെ മുകളിൽ കൂടി നടന്ന് ഈ സന്യാസി യോഗി വന്നു. പരമഹംസർ അടുത്ത് വന്നു ഇരിക്കാൻ പറഞ്ഞു. എല്ലാ ആൾക്കാരും കൂടി. പരമഹംസർ ചോദിച്ചു, ഈ വിദ്യ പഠിക്കാൻ എത്ര വർഷം എടുത്തു? അത് 40 വർഷങ്ങളായിട്ട്. ഓ കഷ്ടം, ഈ ഒരു വിദ്യ പഠിക്കാൻ വേണ്ടി അങ്ങ് ജീവിതത്തിൻ്റെ 40 വർഷങ്ങൾ പാഴാക്കിയോ? ഞാനായിരുന്നെങ്കിൽ കടത്തുകാരന് 4 അണ കൊടുത്ത് അക്കരെ പോവുക. ഇതാണ് വേദാന്തത്തിന് സിദ്ധികളോടുള്ള സമീപനം. അപ്പോൾ ഗോപാലസ്വാമികൾ അരുൾമൊഴികളിൽ പറഞ്ഞിട്ടുള്ളത്, കോടി ജന്മങ്ങളുടെ പാപമാണ് സിദ്ധിയായിട്ട് ഒരാളിൽ വരുന്നത്. കാരണം ഇത് മനസ്സിനെ ഒഴിവാക്കാനാണല്ലോ ശ്രമം. നമ്മൾ മനസ്സാണ് ഈ ആനന്ദത്തിന് തടസ്സമായി നിൽക്കുന്നത്. ഈ സച്ചിദാനന്ദത്തിൽ സത്ത് ഉണ്ട്, ഞാനുണ്ടെന്നുള്ള അറിവ് എല്ലാവർക്കും ഉണ്ട്. ചിത്ത്, ഞാൻ ബോധമാണെന്നും അറിവുണ്ട്. നമുക്കിപ്പോൾ അനുഭവപ്പെടാത്ത ആനന്ദമാണ് അല്ലേ? അപ്പോൾ ആ ആനന്ദത്തിന് തടസ്സമായി നിൽക്കുന്നത് ഈ പല ചിന്തകൾ, മനസ്സാണ്. ഈ മനസ്സിനെ ശക്തിപ്പെടുത്തലാണ് സിദ്ധികളുണ്ട്. അപ്പോൾ ഇപ്പോഴുള്ള മനസ്സിനെ ഒഴിവാക്കാനേ പ്രയാസമാണ്. അപ്പോൾ അതിനെ ശക്തിപ്പെടുത്തിയാൽ എങ്ങനെ ഇരിക്കും? അതൊരിക്കലും വിട്ടുപോകില്ല. ഇയാൾ അധപ്പതിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ യോഗഭ്രഷ്ടന്മാരായ 1-2 പേരെ എനിക്കറിയാം. ഇത് ഈ മാർഗത്തിൽ നിന്ന് ഭ്രഷ്ടരായിപ്പോൾ തിരിച്ച് കയറി വരാൻ പ്രയാസമാണ് ഈ സിദ്ധികളുടെ പിറകെ പോയാൽ. അപ്പോൾ അതുകൊണ്ട് സിദ്ധികൾക്കൊക്കെ എന്താണ് ആ സിദ്ധി കൊണ്ട് പ്രയോജനം എന്നുകൂടി നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. നമുക്കൊരു സിദ്ധി കിട്ടിയിട്ട് എന്തെങ്കിലും, ഇപ്പോൾ പറക്കുന്ന സിദ്ധി, ഇന്ന് വിമാനങ്ങളുണ്ട് അല്ലേ, നമ്മൾ ഓരോ സിദ്ധി എടുക്കുക, നമുക്ക് എന്തെങ്കിലും പ്രയോജനം അതുകൊണ്ട് പ്രത്യേകിച്ചുണ്ടോ എന്ന് നമ്മൾ നോക്കുക. അപ്പോൾ അതാണ് വേദാന്തത്തിൻ്റെ അഭിപ്രായം. ഇത് നേരെ മറിച്ച് ഈ അറിവ് ഉണ്ടെങ്കിൽ, ഈ ജ്ഞാനിക്ക് വേണമെങ്കിൽ സിദ്ധി ആവാം, ജ്ഞാനി അത് പ്രയോഗിക്കാറില്ല. ജ്ഞാനിയും സിദ്ധിക്ക് വേണ്ടി ചില സാധനങ്ങൾ ചെയ്യേണ്ടി വരും എന്നേ ഉള്ളൂ. അത് വാസിഷ്ഠം വ്യക്തമായി പറയുന്നു. ജ്ഞാനിക്കും സിദ്ധി വേണമെങ്കിൽ, അണിമാതി സിദ്ധികളൊക്കെ വേണമെങ്കിൽ ജ്ഞാനി അതിന് വേണ്ട ചില കാര്യങ്ങൾ ചെയ്താൽ മറ്റവരെക്കാളും പെട്ടെന്നത് ലഭിക്കും. ജ്ഞാനി അതിൻ്റെ പിന്നിൽ പോകാറില്ല. കാരണം ഈ സിദ്ധികളെയും മിഥ്യയായിട്ടാണ് ജ്ഞാനി കാണുന്നത്. ഇതാണ് വേദാന്തത്തിൻ്റെ കാഴ്ച. ഈ സിദ്ധികളിൽ തന്നെ ഇന്ന് യൂട്യൂബിൽ തന്നെ കൂടുമാറുന്ന സിദ്ധി. നമ്മൾ പണ്ട് വിക്രമാദിത്യ രാജാവിൻ്റെ കഥയിലാണ് അത് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. പിന്നീട് അത് നമ്മുടെ CV ബാലകൃഷ്ണൻ്റെ കാമമോഹിതത്തിൽ ഇത് വന്നു. ഒരു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ആത്മാവ് ഒരിടത്ത് നിന്നും ഒരിടത്തേക്കും പോകുന്നില്ല. ഈ സ്വാമി രാമതീർത്ഥൻ്റെ ഒരു ബാല്യക്കാരൻ തന്നെ ഈ സ്വാമിയിൽ നിന്ന് വേദാന്തമൊക്കെ കേട്ടിത് അദ്ദേഹത്തിന്, ഈ വേലക്കാരൻ പയ്യനിത് ഉറച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അയാൾ ടെറസിൽ നിന്നിട്ട് അയാളോട് ആൾക്കാർ പറഞ്ഞു, നീ താഴോട്ട് ചാടാൻ പറഞ്ഞു. അപ്പം എവിടെ ചാടണമെന്ന് ചോദിച്ചു ഈ പയ്യൻ. എല്ലായിടവും ഈശ്വരനാണ്, ഞാൻ പിന്നെ എവിടെ ചാടും? അപ്പം സർവ്വവ്യാപിയാണ്. അതുകൊണ്ട് ആത്മാവിൽ നിന്ന് പോകുന്നു എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. ഇപ്പം സൂര്യൻ അവിടെ നിൽക്കുന്നു, ഇവിടെ കർമ്മങ്ങൾ നടക്കുന്നു. ഇവിടെ ഒരാൾ പഠിക്കുന്നു, ഒരു സൂര്യ വെളിച്ചത്തിൽ ഒരാളെ കൊല്ലുന്നു, ഒരാൾ കൃഷി ചെയ്യുന്നു. ഇതിന് സൂര്യൻ ഇതുമായി ബന്ധമില്ല. പക്ഷെ സൂര്യൻ ഇല്ലെങ്കിൽ ഇത് നടക്കുമോ? ഇല്ല. ഈ ബന്ധമാണ് ബ്രഹ്മവും ഈ കർമ്മങ്ങളുമായിട്ടുള്ളത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ വിട്ടുപോകുന്നത് ഞാൻ പറഞ്ഞു ഈ സൂക്ഷ്മ ശരീരമാണ്. അപ്പോൾ ഇതിനെ ചില പരിശീലനങ്ങൾ നടത്തിയാൽ ഈ ശരീരം നമുക്കുള്ളപ്പോൾ തന്നെ ഈ സൂക്ഷ്മ ശരീരത്തിന് വിട്ടുപോയി മറ്റൊരു മൃതശരീരത്തിലൊക്കെ കയറാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതാണ്
കൂടുമാറ്റം എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ ഈ സ്ഥൂല ശരീരത്തിൽ ഈ സൂക്ഷ്മ ശരീരം അത് പൊക്കിൾ കൊടിയിലാണെന്നാണ് പറയുന്നത്. ഇതൊരു കെട്ടി ഒരു ടാഗ് ഇടുമെന്നാണ് പറയുന്നത്. അതിൽ മരിക്കുന്ന ദിവസം എഴുതിയേക്കും. ഈ ദിവസമേ ഈ സൂക്ഷ്മ ശരീരം വിട്ടുപോകും. അല്ലെങ്കിൽ എന്തെങ്കിലും ശരീരം കേടായി പോകണം, ആക്സിഡൻ്റ് ഒക്കെ പറ്റി, അത് കാലം ചെല്ലാതെ മരിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ സൂക്ഷ്മ ശരീരം ഈ പ്രാക്ടീസിലൂടെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോയാലും താനെ വന്ന് കയറിക്കോളും. അതിൽ നമ്മൾ ആശങ്കപ്പെടണ്ട എന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ അങ്ങനെ ചെയ്തിട്ട് എന്താണ് പ്രയോജനം? വിക്രമാദിത്യൻ്റെ കഥയിൽ തന്നെ മറ്റൊന്നിലായി വളരെ കഷ്ടപ്പെട്ടു. ഈ കൂട് വിട്ട് കൂട് മാറിയവരൊക്കെ കഷ്ടതയിലാണ്. ശങ്കരാചാര്യ സ്വാമികൾ ഇത് കാമം എന്തെന്ന് പഠിക്കാൻ വേണ്ടി ഒരു രാജാവിൻ്റെ ശരീരത്തിൽ മരിച്ചപ്പോൾ പോയി. ഇദ്ദേഹത്തിൻ്റെ സ്വാമികളുടെ ശരീരം സൂക്ഷിക്കാൻ പറഞ്ഞു. അവസാനം അത് നശിപ്പിക്കാൻ ആൾ വന്നു. പിന്നെ പത്മപാദറൊക്കെ നരസിംഹസ്വാമിയെയൊക്കെ വിളിച്ചാണ് യുദ്ധം ചെയ്താണ് ഇത് രക്ഷപ്പെടുത്തിയെടുത്ത്. അപ്പോൾ കൂട് വിട്ട് കൂട് മാറിയവരൊക്കെ വളരെ അബദ്ധത്തിനും ഈ സ്വന്തം ശരീരം നഷ്ടപ്പെടുന്നതിലേക്കാണ് പോയത്. അപ്പോൾ അങ്ങനെയുള്ള സിദ്ധികളുടെ പിന്നിൽ പോകേണ്ട കാര്യമില്ല. വേണമെങ്കിൽ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം, പരിശീലിച്ചാൽ. പക്ഷേ ഇന്നൊക്കെ ആ വിദ്യ ആർക്കെങ്കിലും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പറയുന്നത് മുഴുക്കെ ഒരു യൂട്യൂബിൽ ഞാൻ കണ്ടു, ഇൻ്റർവ്യൂ ചെയ്യുന്നയാൾ ഇതൊന്ന് കാണിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. പറഞ്ഞയാൾക്ക് അറിയാവുന്നതാണ്, അത് ഇവിടെ കാണിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞ് അബദ്ധത്തിൽ ചാടാതിരിക്കുന്നതല്ലേ നല്ലത്. ഒരു പുരാതന കാലത്ത് ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം അങ്ങനെ ഒരു വിദ്യ. ഇന്ന് അതൊന്നും ചെയ്യുന്ന ആൾക്കാരുള്ളതായിട്ട് എൻ്റെ ഒരു ശ്രദ്ധയിലും പഠന വഴിയിലും പെട്ടിട്ടില്ല. എന്താണ് മോക്ഷം? എന്താണ് മരണാനന്തര ജീവിതം? മോക്ഷം എന്ന വാക്കിൻ്റെ അർത്ഥം മോചനം എന്നാണ്. കൂടുതൽ അർത്ഥമൊന്നും അതിനില്ല. എല്ലാ ദുഃഖങ്ങളിൽ നിന്നും. അപ്പം നമ്മുടെ ഭാരതത്തിൽ ഈ ദർശനം ഉണ്ടായത്, ഇപ്പോൾ വെസ്റ്റേൺ ഫിലോസഫി ഉണ്ടായത് എറൈസ് ഔട്ട് ഓഫ് വണ്ടർ ഓർ ക്യൂരിയോസിറ്റി. വെസ്റ്റേൺ ഫിലോസഫി ഡസ് എറൈസ് വണ്ടർ ഓർ ക്യൂരിയോസിറ്റി, അതായത് അത്ഭുതങ്ങളും ആകാംക്ഷയും. ഓക്കെ, അതായത് ഈ പ്രപഞ്ചം ഇതെന്താണ്, എങ്ങനെ ചുറ്റും ഇതെങ്ങനെ ഉണ്ടായി എന്നതിൻ്റെ അന്വേഷണത്തിൽ നിന്നാണ് അവിടെ ഉണ്ടായത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരം തേടിയാണ് ഇതുണ്ടായത്. അപ്പോൾ 3 തരം ദുഃഖങ്ങൾ. അതിനെ താപം, ആധ്യാത്മിക താപം, ആധ്യാത്മിക ദുഃഖം അല്ലെങ്കിൽ താപം, ആദി ഭൗതിക താപം, ആദി ദൈവിക, ആദി ഭൗതികം, ആദി ദൈവിക, ഇങ്ങനെ താപത്രയം എന്നാണ് ഇതിനെ പറയുന്നത്. അതിൽ ആധ്യാത്മിക താപം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വരുന്ന രോഗങ്ങൾ, മനസ്സിന് വരുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ചേർന്നാണ് ആധ്യാത്മിക താപം. ആദി ഭൗതിക താപം എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകളിൽ നിന്ന്, ഇപ്പം നാച്ചുറൽ കലാമിറ്റി, സഹജീവികളിൽ നിന്ന്, നമ്മുടെ സഹപ്രവർത്തകരിൽ നിന്ന്, ഇതൊക്കെ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ ആണ് ആദിഭൗതിക താപം. ആദി ദൈവിക താപം എന്ന് പറഞ്ഞാൽ ഏതൊരു ജീവിയുടെയും, മനുഷ്യൻ്റെ ഉൾപ്പെടെ ഏത് ജീവിയുടെയും ജീവിതത്തിൽ വിചാരിച്ചിരിക്കാതെ ചില ദുഃഖങ്ങൾ വരും. അതാണ് ആദി ദൈവിക താപം. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം എന്നുള്ള അന്വേഷണത്തിൽ നിന്നാണ് ഇവിടെ ഈ ദർശനം അല്ലെങ്കിൽ തത്വം ഉണ്ടായത്. ഇതാണ് വ്യത്യാസം സമീപനത്തിൽ. അപ്പോൾ അതിൽ നിന്ന് ആത്യന്തിക മോചനം സാധ്യമാണെന്നാണ് വേദാന്തം പറയുന്നത്. അപ്പോൾ വേദാന്തത്തിൽ അത് ശരീരം നശിച്ചു മരിച്ചു കഴിഞ്ഞ് കിട്ടുന്ന ഒന്നായിട്ടല്ല, ജീവിച്ചിരിക്കവേ ഇത് സാധ്യമാണ്. അപ്പോൾ ഒരാൾ മനസ്സിൽ നിന്ന്, ഉള്ളിൽ നിന്ന് ഇതെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ അയാൾക്ക് മോചനമായി, ജീവൻ മുക്തൻ എന്നാണ്. ജീവൻ മുക്തൻ എന്നൊരവസ്ഥ, ജീവൻ മുക്താവസ്ഥ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി വിദ്യാരണ്യ സ്വാമികൾ എഴുതിയ ഗ്രന്ഥമാണ് ജീവൻ മുക്തി വിവേക് എന്ന് പറയുന്നത്. അതിൽ ഈ ഒരൊറ്റ കാര്യമാണ് അതിൽ സ്ഥാപിക്കുന്നത്. ഇനി ഈ ജീവൻ മുക്തൻ ശരീരം വെടിയും, അപ്പോഴാ പറയും, അത് സാങ്കേതികമായി പറയുന്നതാണ് വിദേഹമുക്തി, ദേഹത്തിൽ നിന്ന് മുക്തിയായി എന്ന് പറയും. പിന്നെ ഇനി മരണാനന്തര ജീവിതം ചോദിച്ചപ്പോൾ അത് ചർച്ച ചെയ്യുന്നത് കഠോപനിഷത്തിലാണ്. നചികേതസ് നമുക്കറിയാം, യമനോട് ചോദിക്കുന്നു, മരിച്ചു കഴിഞ്ഞാൽ എന്തോ അവശേഷിക്കുന്നു എന്ന് ചിലരും, മരിച്ചു കഴിഞ്ഞാൽ അയാളിൽ പിന്നെ ഒന്നും അവശേഷിക്കുന്നില്ല എന്ന് മറ്റു ചിലരും പറയും. ഇതിൻ്റെ അപ്പം മരണത്തിൻ്റെ പോർട്ട്ഫോളിയോ അങ്ങാണല്ലോ, യമനാണല്ലോ കൈകാര്യം ചെയ്ത്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? അപ്പോൾ യമൻ ആദ്യം കുറേ പ്രലോഭിപ്പിക്കുന്നുണ്ട് നചികേതസിനെ. നിനക്ക് ഞാൻ 100,000 വർഷം എത്ര വേണമെങ്കിലും ആയുസ് തരാം, ഈ ഭൂമിയുടെ മുഴുവൻ ചക്രവർത്തിയാക്കാം, ഈ
100 വയസ്സ് വരെ ജീവിക്കുന്ന മക്കളെയും ചെറുമക്കളെയും തരാം, ഭൂമിയിൽ കിട്ടാത്ത സുന്ദരിമാരെ തരാം. അപ്പോൾ നചികേതസ് പറഞ്ഞത്, അങ്ങ് ഈ പറഞ്ഞതെല്ലാം അവസാനമുള്ളത്, അത് അങ്ങയുടെ കയ്യിൽ തന്നെ ഇരിക്കും. എനിക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അറിഞ്ഞായിരുന്നു. ഇതാണ് ജിജ്ഞാസ. ഈ ജിജ്ഞാസ ഉള്ളവന് ബ്രഹ്മജ്ഞാനം കിട്ടുക. അപ്പോൾ യമൻ ഇതിന് ഡയറക്റ്റായിട്ട് ഒരു ഉത്തരമല്ല പറയുന്നത്, ഒരു ഇൻഡയറക്റ്റായിട്ട്. അതായത് 2 ശ്രേയോ മാർഗവും പ്രേയോ മാർഗവും ഉണ്ട്. ശ്രേയോ മാർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്രേയസ് നൽകുന്നത്, ഉന്നതി നൽകുന്നത്. പ്രേയോ മാർഗം നമുക്ക് പ്രിയപ്പെട്ടത്. അത് നമ്മൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ആഹാരമുണ്ട്, ഹോട്ടലിലും ഉണ്ട്. വീട്ടിൽ ആഹാരം അത്ര മധുരമൊന്നും ആയിരിക്കില്ല, പക്ഷേ നമുക്ക് ദോഷമൊന്നും വരില്ല, ഗുണം വന്നാലേ ഉള്ളൂ. പക്ഷേ ഹോട്ടൽ ഭക്ഷണം നല്ല രുചികരം, നമുക്ക് പ്രിയപ്പെട്ടതാണ്, പക്ഷേ പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അപ്പോൾ അതുപോലെ നമ്മൾ പ്രിയപ്പെട്ടതിൻ്റെ എല്ലാം പിറകെ പോയി വിഷയഭോഗങ്ങൾ പോകുന്നതിനെയാണ് പ്രേയോമാർഗം, പ്രേയസ്, കൊതിച്ച് പോകും. ഇതൊന്നും അല്ല എനിക്ക് ശ്രേയസ്, എൻ്റെ ഈ പ്രശ്നങ്ങളും എല്ലാം എന്നത്തേക്കും അവസാനിക്കും. ഇതെല്ലാം ഞാൻ അതിനുവേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാണ്, ഉപേക്ഷിക്കാൻ ത്യജിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു പോകുന്നതാണ് ശ്രേയോമാർഗം. ശ്രേയോമാർഗം പിന്തുടർന്നവനെ സംബന്ധിച്ച് മരണശേഷം ജീവിതം ഇല്ല എന്നാണ്. പ്രേയോമാർഗം പിന്തുടർന്നവൻ എന്ത് സങ്കല്പമാണോ വളർത്തിയത് ആ ലോകങ്ങളിലേക്ക്, ആ സങ്കല്പങ്ങളിലേക്കും ആ ജന്മങ്ങളിലേക്കും പോകും. ഇങ്ങനെയാണ് യമൻ അതിന് മറുപടി പറയുന്നത്. അപ്പോൾ ഇവിടെ ബാലകൃഷ്ണൻ സാറ് പറയുന്നവർ ഈ പുനർജന്മത്തെക്കുറിച്ചുകൂടി ഇവിടെ ഒന്ന് പറയണം. പൂർവ്വജന്മങ്ങളുണ്ടായിരുന്നോ, പുനർജന്മം ഉണ്ടോ? അപ്പോൾ സാറ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ അതുപോലെ പറയുകയാണ്. ഈ ജന്മത്തിന് കാരണം കഴിഞ്ഞ ജന്മം അല്ലേ? കഴിഞ്ഞ ജന്മത്തിന് കാരണമോ അതിന് മുൻപിലത്തെ ജന്മം. ഇങ്ങനെ പിന്നിൽ പോയാൽ ആദ്യ ജന്മത്തിന് കാരണം എന്ത്? ഇതാണ് വേദാന്തത്തിൻ്റെ അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. നമ്മളൊരു വൃത്തം വരച്ചു, അതിലൊരു പോയിന്റ് ഇട്ട്, ഇത് ഈ ജന്മം, അതിൻ്റെ പിന്നിൽ അതിന് മുൻപുള്ള ജന്മം, ഇതിട്ട് വന്ന് എവിടെ എത്തും? ഇതാണ് ജനന മരണചക്രം. അപ്പോൾ ഇതിങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും, ഇത് ആവർത്തിക്കും എന്നാണ്. ഇത് സൃഷ്ടി, പിന്നെ സ്ഥിതി, പ്രളയം. പ്രളയം എന്ന് വെച്ചാൽ ലയം. ഇത് നമ്മളെല്ലാവരും എന്നും അനുഭവിക്കുന്നതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ സൃഷ്ടി തുടങ്ങി, നമ്മളെ സ്ഥിതി ചെയ്യുന്നു, തിരിച്ചിതെല്ലാം നമ്മൾ ഉറക്കത്തിൽ ലയിക്കും. ഇത് കോസ്മിക്കായിട്ട് മനഃശാസ്ത്രജ്ഞനായ യുങ്ങൊക്കെ പറഞ്ഞതുപോലെ കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ ഇത് സംഭവിക്കുമ്പോഴാണ് പ്രളയം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ സംഭവിച്ച്, അപ്പം അതിനെക്കുറിച്ച് വിദ്യാരണ്യ സ്വാമികളുടെ പഞ്ചദശിയിൽ പറയുന്നത്, ഒരു ചിത്രം വരച്ച് ഒരു ചിത്രകാരൻ ചുരുട്ടി വെച്ചു, അത് നിവർത്തുന്നത് സൃഷ്ടി, അത് നിവർത്തി വെച്ചിരിക്കുന്നത് സ്ഥിതി, തിരിച്ചു മടക്കുന്നത് പ്രളയം, വീണ്ടും ഇത് റിപ്പീറ്റാണ്. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം. നേരത്തെ ഒരു ചോദ്യം ചോദിച്ചല്ലോ, ഈ പല മതങ്ങളുടെ, അപ്പോൾ എല്ലാത്തിലും ഒരു അന്ത്യവിധിയും അങ്ങനെയാണ് സെമിറ്റിക് മതങ്ങൾ പറയുന്നത്. ശാസ്ത്രവും ഈ സൂര്യൻ പോലും എരിഞ്ഞു തീരുന്നു, ഇതിനൊരു അവസാനം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി പറഞ്ഞത് ഭാരതീയ തത്വചിന്തയാണ്, ഈ വേദാന്തം ഉൾപ്പെടെ. ഇതിൽ മാത്രമാണ് ഇത് ചാക്രികമാണ്, സൈക്ലിക്കാണെന്ന്, ഇതിവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഇതിൽ പെട്ടിങ്ങനെ ഉഴവുന്നത് മാറ്റണമെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കും. ആ മാറുന്നതിനുള്ള വിദ്യയാണ് ബ്രഹ്മവിദ്യ. അപ്പോൾ ഇതെല്ലാം ബോധത്തിൽ വെറും ഭ്രമം എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് ഉറപ്പിച്ച് ആ സാക്ഷാത്കാരത്തിൽ ഇത് ഈ ജനനവുമില്ല മരണവുമില്ല. ശ്രീനാരായണ ഒരു ആത്മോപദേശത്തിൽ മരണവുമില്ല പുറപ്പുമില്ല, പുറപ്പെന്ന് വെച്ചാൽ ജനനം, വാഴ്വും ഈ സ്ഥിതിയും ജീവിതവും വാഴ്വും, നരസുരനാദിയുമില്ല, നാമരൂപം, എല്ലാം നാമരൂപം മാത്രം. മരുവിൽ അമർന്ന മരീചി നീരുപോൽ, മിറാഷ് പോൽ നിൽപ്പൊരു പൊരുളാം. അങ്ങനെ എല്ലാം നിൽക്കുന്നത് മരുഭൂമി മാത്രമേ അവിടെ ഉള്ളൂ അല്ലേ? അതുപോലെ ഒരു പൊരുളല്ല ഇതൊന്നും, ഈ കാണുന്നതൊന്നും ഇല്ല എന്ന് വ്യക്തമായി ശ്രീനാരായണ ഗുരു പറയും. ഇതാണ് അതിൻ്റെ ഈ ജനന മരണങ്ങളുടെയും മോക്ഷത്തിൻ്റെയും രഹസ്യം. വേദാന്ത സിദ്ധാന്തങ്ങളെ ആധുനിക ശാസ്ത്രം അംഗീകരിക്കുന്നുണ്ടോ? അപ്പം എന്താണ് ഈ വേദാന്ത സിദ്ധാന്തങ്ങളും ആധുനിക ശാസ്ത്രവും തമ്മിലുള്ള ബന്ധവും ആ ഒരു എതിർപ്പും എന്തായിരിക്കും? ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ശാസ്ത്രയുഗത്തിലാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോ അറിവുകൾ ഉണ്ടായി വന്നിട്ടുണ്ട്. നമ്മൾ പഴയ അറിവിലേക്ക് വേദാന്തം അന്നും ഇന്നും ഒരുപോലെ
അപ്പോൾ ഈ സനാതന ധർമ്മം എന്ന് പറയുമ്പോൾ സനാതന ധർമ്മം എന്നുള്ള പേരൊക്കെ ഇന്ന് ഒരുപാട് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതിനെ അനുകൂലിക്കുന്നു, എതിർക്കുന്നു. അവർ അതിൻ്റെ അർത്ഥത്തിലേക്ക് പോകുന്നില്ല. സനാതനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തത്, അഴിവില്ലാത്തത്, ഒരിക്കലും നശിക്കാത്ത സത്യത്തെക്കുറിച്ച് പറയുന്നത് കൊണ്ടാണ് ആ പേര് അതിന് വന്നത്. അപ്പം ബ്രഹ്മസത്യം അത് അന്നും ഇന്നായാലും എന്നും ഉള്ളതാണ്. ആ സത്യത്തെക്കുറിച്ച് പറയുന്ന ധർമ്മമായതുകൊണ്ടാണ് ആ പേര് വന്നത്. അപ്പം അല്ലാതെ ഒരുപാട് ആചാരങ്ങൾ, ഇപ്പം യാഗങ്ങൾ, ദയാനന്ദ സരസ്വതി പറഞ്ഞു ബാക്ക് ടു ദ വേദാസ്, വേദങ്ങളിലേക്ക് തിരിച്ചു പോകണം. സ്വാമി രാമതീർത്ഥൻ അതിനെ എതിർത്തു. അദ്ദേഹം പറഞ്ഞു നമ്മൾ മുമ്പോട്ട് പോവുകയാണ്, ഇത് പഴയതാണ്, നമ്മളിനി അതിനെയൊന്നും പുനരുജ്ജീവിപ്പിക്കേണ്ട കാര്യമില്ല. അതാണ് വേദാന്തത്തിൻ്റെ കാഴ്ചപ്പാടിലാണ് അദ്ദേഹം പറഞ്ഞത്. ഡോണ്ട് പുട്ട് ദ ഹോഴ്സ് ബിഹൈൻഡ് ദ കാർട്ട്, കുതിരയെ വണ്ടിക്ക് പിറയിൽ കെട്ടരുത്, ഇത് മുമ്പോട്ട് പോകും. അപ്പോൾ ഇത് അങ്ങനെ മുമ്പോട്ട് വന്ന് നമ്മളിന്ന് ആധുനിക ശാസ്ത്രത്തിൻ്റെ യുഗത്തിൽ ഇന്ന് AI വരെയൊക്കെ അല്ലെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഉള്ള അതിലെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ വേദാന്തമോ ഏതെങ്കിലും പുരാതന ശാസ്ത്രങ്ങളോ, ഞാൻ പറഞ്ഞ ശാസ്ത്രം ഒരുപാടുണ്ട്, അതുകൊണ്ട് ആധുനിക മോഡേൺ സയൻസ് എന്ന് തന്നെ എന്തെങ്കിലും അതിലെ ഒരു സിദ്ധാന്തമോ എന്തെടുത്താലും അത് ആധുനിക ശാസ്ത്രത്തിൻ്റെ സമ്മതം ഉണ്ടോ എന്നറിയണം. അപ്പം ശ്രീരാമകൃഷ്ണ പരമഹംസർ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരാൾ ഒരു കെട്ടിടം ഇടിഞ്ഞു വീഴുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹം വന്നത് സുഹൃത്തുക്കളോട് പറഞ്ഞു. അപ്പോൾ ഒരാൾ ചോദിച്ചു, പത്രത്തിൽ വന്നിട്ടുണ്ടോ? പത്രത്തിൽ വന്നില്ല. എന്നാ വിശ്വസിക്കാൻ പറ്റില്ല. കെട്ടിടം ഇടിഞ്ഞു വീണ ആളാണ്, കണ്ട ആളാണ് വന്ന്, അല്ല ഇടിഞ്ഞു വീണത് നേരിട്ട് കണ്ടയാൾ പറയുമ്പോൾ ചോദിക്കുന്നത് പത്രത്തിൽ വന്നിട്ടുണ്ടോ? പത്രത്തിൽ വന്നിട്ടില്ലെങ്കിൽ വിശ്വസിക്കാം. അപ്പോൾ അതുപോലെയാണ് ഈ ശാസ്ത്രം സമ്മതിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്ന അതും ശാസ്ത്രത്തിനോടുള്ള അന്ധമായ ഒരു വിശ്വാസമായിട്ട് അത് പറയാം നമുക്ക്. അപ്പോൾ ഇവിടെ വേദാന്തത്തെ സംബന്ധിച്ച് ആദ്യം പറയാനുള്ളത്, ഒരു ശാസ്ത്രത്തിൻ്റെയും സമ്മതം അതിനാവശ്യം. ഇത് കാലാകാലങ്ങളായി, അനന്തമായ കാലങ്ങളായി ഇത് നിശ്ചയിച്ചുറപ്പിച്ച്, ഇത് പരീക്ഷിച്ചുറപ്പിച്ച സത്യമാണ് ഈ പറയുന്നത്. എഴുത്തച്ഛൻ പറയുന്നത് അന്നന്നു കണ്ടതിനെ വാഴ്ത്തുന്നു. അതിനെയൊക്കെ ചിലർ വിചാരിക്കും അന്നന്നു കണ്ടതിനെ അവസരവാദി. അങ്ങനെയല്ല, അന്നന്നു കണ്ട് അതിനെ വാഴ്ത്തുന്നു, ആ സത്യത്തെ വാഴ്ത്തുന്നു മാമുനികൾ. നമ്മുടെ ഉപനിഷത്ത് ഋഷി പറയുന്നതും നമ്മുടെ റീസെൻ്റായിട്ട് സമയത്ത് ജീവിച്ചിരുന്ന ശ്രീനാരായണ ഗുരുവും രമണ മഹർഷിയും പറയുന്നതും ഒരേ സത്യം അല്ലേ, സത്യത്തെക്കുറിച്ച്. ഇതെങ്ങനെ? അപ്പോൾ അങ്ങനെ ഒരു സത്യം ഇവർ സാക്ഷാത്കരിക്കാത്തത് കൊണ്ടാണോ അത് തന്നെയാണ് ഉപനിഷത്ത് സത്യം തന്നെയാണ് ഇതെന്ന് അവർ പറയുന്നത്? അവർക്കത് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും മെച്ചം കിട്ടും? ഇല്ലല്ലോ, അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവർക്ക് സത്യമെന്ന് ബോധിച്ച, അവർ അനുഭവിച്ച്, ഗുരു പറയും അനുഭവിയാതറിയാതെ എന്നും ആത്മോപദേശത്തിൽ, അനുഭവിക്കാതെ അറിയാം. അപ്പോൾ ഗുരു അല്ലാതെ ഗുരു ഒന്നും ഇവരാരും യുക്തിചിന്തയിൽ നിന്ന് പറയുന്നതല്ല, അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ആ അനുഭവ സാക്ഷ്യം മതി വേദാന്തം. അപ്പോൾ ശാസ്ത്രസമ്മതം വേണമെന്ന് നിർബന്ധമാണ്. ഇനി മറ്റൊന്ന് പറയാം. നേരത്തെ ഞാൻ പറഞ്ഞു പല ലോജിക്ക് യുക്തികളുണ്ട്. അതിൽ ശാസ്ത്രത്തിൻ്റെ രീതി വേറെയാണ്, വേദാന്തത്തിൻ്റെ രീതി വേറെ. ഇപ്പോൾ അലോപ്പതിയുടെ രീതി വേറെയാണ്, ആയുർവേദത്തിൻ്റെ രീതി വേറെ, ഹോമിയോപ്പതിയുടെ രീതി വേറെ. അപ്പോൾ ചിലരൊക്കെ ഇരുന്ന് ഈ ഡോക്ടർ സർക്കാർ എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരെ അസുഖമായപ്പോൾ പരിശോധിച്ചത്. ഇദ്ദേഹം ഒരു അലോപ്പതി ഡോക്ടറായിരുന്നു. അപ്പോൾ അന്ന് അവിടെ അലോപ്പതി ഡോക്ടർമാർ ബ്രിട്ടീഷുകാർക്ക് എഴുതി ഈ ഹോമിയോ ഒരു തട്ടിപ്പാണ്, ഇത് നിരോധിക്കണം, ഇന്നും അത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബ്രിട്ടീഷ് സർക്കാർ അവർ കുറച്ചുകൂടെയൊക്കെ ഒരു ബ്രോഡ് മൈൻഡാണ്. അവരങ്ങനെയൊന്നും പ്രജുഡിസ്, മുൻവിധിയിലും ആരെങ്കിലും എഴുതിയെന്ന് പറഞ്ഞൊന്നും ചെയ്യില്ല. യൂറോപ്യൻസിന് അങ്ങനെ ഒരു കാര്യം, അവർ ഇത് പഠിച്ച് പരിശോധിക്കാൻ ഈ അലോപ്പതി ഡോക്ടറെ നിയോഗിച്ചു, ഡോക്ടർ സർക്കാർ. ഇദ്ദേഹം വന്ന് ഹോമിയോപ്പതി പഠിച്ചു, ഇദ്ദേഹം ഒരു ഹോമിയോ ഡോക്ടറായി. പിന്നീട് അദ്ദേഹമാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരെ പരിശോധിച്ചത്. ഇതൊക്കെ ചരിത്രമാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പെട്രോൾ ഒരാളുണ്ടാക്കിയല്ലോ മുമ്പ് ഇത് സസ്യത്തിൽ നിന്ന്, അത് ശാസ്ത്ര സിദ്ധാന്തത്തിന് നിരക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ കെട്ടിടം ഇടിഞ്ഞു വീണത് കണ്ടു, പത്രത്തിലുണ്ടോ എങ്കിലേ വിശ്വസിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്നിനോടും ശാസ്ത്രത്തോടും അന്ധമായി വിശ്വസിക്കരുത്. നമ്മളത് പരിശോധിക്കണം. നമ്മൾ ഇപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ് ജലം ഉണ്ടാകുന്നത്.
ഈ എത്ര പേര് ഇത് ലാബിൽ പോയി ഇത് ഉണ്ടാക്കുമ്പോൾ ടപ്പെന്നൊരു ശബ്ദം കേൾക്കും, ഒരു തുള്ളി വെള്ളം കിട്ടും. ഇത് കണ്ട എത്ര പേരുണ്ട്. ഈ ശാസ്ത്രബുദ്ധി എന്ന് പറയുന്നത് അതാണ്. വേദാന്തം പുരാണങ്ങളൊക്കെ പറയുന്ന പലതിനെയും മതങ്ങൾ മറ്റ് ഇപ്പം ബൈബിള്, ഖുർആൻ, അതുപോലെ ഭഗവത്ഗീത അല്ലെങ്കിൽ വേദങ്ങൾ, പുരാണങ്ങൾ പറയുന്നതിനെയൊക്കെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളുന്നത് ഒരു വലിയ ബുദ്ധിജീവിയാണ് അങ്ങനെ എന്നൊരു തെറ്റിദ്ധാരണ ഇന്ന് പലരുടെയും അടുത്തുണ്ട്. അത് ശാസ്ത്രബുദ്ധിയല്ല. ഈ പറയുന്നവർക്ക് യുക്തിവാദികളോ ശാസ്ത്ര ബുദ്ധിയുള്ളവരോ അല്ല. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. മസൂരിക്ക് വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നറാണ്. അദ്ദേഹം അന്ന് ഫ്രാൻസിൽ പാരീസിന് സമീപം ഒരു ഗ്രാമത്തിൽ താമസിച്ചു. അവിടെയൊക്കെ മസൂരി പടർന്ന് പിടിക്കുന്നു. അദ്ദേഹത്തിന് ഭയമില്ല, ഇതിനൊരു മരുന്ന് കണ്ടുപിടിക്കും. അങ്ങനെ അദ്ദേഹം ഗവേഷണവുമായി ബന്ധപ്പെട്ട് അവിടെ താമസിക്കുമ്പോൾ അവിടെയുള്ള ഒരു നാടൻ ഗ്രാമീണ പെൺകുട്ടി ഇദ്ദേഹത്തിന് എന്നും പാല് കൊടുക്കും. അപ്പോൾ ആരും അന്ന് പുറത്തിറങ്ങില്ല. ഈ മസൂരി എന്നൊന്നും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും പോലെയല്ല. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ അതാ ചത്തു, അടുത്ത വീട്ടിൽ പറയുന്നു, വായിൽ കെട്ടുന്നു, എടുത്തങ്ങ് കളയും. ഇവിടെ തിരുവനന്തപുരത്ത് വഴുതക്കാടെന്ന് പറയുന്ന ഇടത്ത് ടാഗോർ തിയേറ്ററിനടിയിൽ കുഴിച്ച് ഒരുമിച്ചിട്ട് മസൂരിക്കാരുടെ മൃതദേഹം എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. വഴുതക്കാട് ആ സ്ഥലത്ത്. ഇത് CV രാമൻപിള്ളയുടെ ധർമ്മരാജയിലാണെന്ന് തോന്നുന്നു. ഈ മണക്കാട് മസൂരി പടർന്ന് പിടിച്ചതിനെ പറ്റി ഭീകരമായ ഒരു വിവരണമുണ്ട്. നമ്മൾ അതൊക്കെ വായിച്ചാൽ തന്നെ നമ്മൾ ഭയന്നു പോകും. അപ്പോൾ അത്രയ്ക്ക് ആൾക്കാരെ കൊന്നുകൊണ്ടിരുന്ന ആ സമയത്ത് അവിടെ പോയി താമസിക്കുകയാണ് എഡ്വേർഡ് ജെന്നർ. അപ്പോൾ ഈ പാല് കൊണ്ടുവരുന്ന പെൺകുട്ടി എന്നും പാലും. അപ്പം പെണ്ണെ നിനക്ക് പേടിയില്ലേ എന്ന് ചോദിച്ചു. എനിക്ക് പേടിയില്ല, ഗോവസൂരി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രാമീണരുടെ അവിടുത്തെ ആ ഗോത്രവർഗമായിരുന്നു കാണും മുമ്പ്. ആ ഗ്രാമീണരുടെ ഒരു വിശ്വാസമാണ് ഇത്, ഗോവസൂരി വന്നാൽ വസൂരി വരില്ല, മസൂരി വരില്ല. ഇത് ഇപ്പോഴത്തെ ഒരു ഈ പറയുന്ന ആധുനിക ചിന്തകരാണെങ്കിൽ അന്ധവിശ്വാസം അത് ശാസ്ത്രബുദ്ധിയല്ല. എഡ്വേർഡ് ജെന്നർ യഥാർത്ഥ ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം അത് അന്ധവിശ്വാസമായി തള്ളിക്കളഞ്ഞില്ല. അദ്ദേഹം ഇതിനെ വിലക്കെടുത്തു. ഇതിലെന്തെങ്കിലും കാര്യം, അതാണ് ശാസ്ത്രബുദ്ധി. ഇവരിപ്പോൾ എന്ത് കണ്ടാലും ഇവർ പരീക്ഷിച്ചിട്ടാണോ ഈ വേദാന്തം മിഥ്യയാണെന്നോ അല്ലെ അന്ധവിശ്വാസം, അല്ലെങ്കിൽ ഒരു ആൾ വിഗ്രഹത്തെ ആരാധിക്കുന്നു അത് അന്ധവിശ്വാസമെന്ന് അതിൽ പറയുന്ന രീതിയിൽ ഇവർ പരിശോധിച്ച എത്ര പേരുണ്ട്? എഡ്വേർഡ് ജെന്നർ എന്ത് ചെയ്തു? ഈ ഗോവസൂരിയുടെ ജേംസ് എടുത്തു, പശുവിൽ ഇത് ഇഞ്ചെക്റ്റ് ചെയ്തു, അതിന് ഗോവസൂരി വരുത്തി, അതിന് ശേഷം അതിന് മസൂരിയുടെ വൈറസ് ഇഞ്ചെക്റ്റ് ചെയ്തു, ബാക്ടീരിയ ഇഞ്ചെക്റ്റ് ചെയ്തപ്പോൾ എന്താണ് വന്നത്? ഈ പശുവിന് മസൂരി വന്നു. അതായിരുന്നു വാക്സിൻ. അത് ലോകത്തെ ഉദ്ധരിച്ചു. ആണോ അല്ലേ? മനുഷ്യരാശി തന്നെ ഇറാഡിക്കേറ്റ് ചെയ്ത് പോകേണ്ട സ്ഥലത്ത് ഈ മസൂരിയെ ഇറാഡിക്കേറ്റ് ചെയ്തു, ലോകത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്തു. ഇന്ന് അമേരിക്കയുടെയും റഷ്യയുടെയും 2 ലാബിൽ അവരോട് പറഞ്ഞിട്ട് WHO ഒക്കെ പറഞ്ഞിട്ട് അവരത് നശിപ്പിക്കുന്നില്ല. അവിടെ മാത്രമേ ഈ മസൂരിയുടെ ഇത് വൈറസ് രോഗാണു സൂക്ഷിച്ചിട്ടു. അപ്പോൾ ആ വാക്സിൻ വന്നത് ഒരു അന്ധവിശ്വാസം എന്ന് തള്ളിക്കളയാവുന്ന ഒരു നാടൻ പെണ്ണിൻ്റെ ഒരു വിശ്വാസത്തിൽ നിന്നാണ്. ഇവരൊക്കെ ആരാണ് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഈ ചോദ്യം ചോദിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്ന് കുറേ പേര് ഈ അടുത്ത കാലത്ത് എനിക്ക് അത് മാനസികമായിട്ട് ഒരുപാട് വിയോജിപ്പുണ്ടായ ഒരു കാര്യം. ഈ അടുത്ത കാലത്ത് ഒരു ചാനലിൽ കുറച്ച് ഈ ശാസ്ത്രബുദ്ധിയെന്നും യുക്തിവാദികളെന്ന് പറഞ്ഞവരെയും കുറച്ച് ജ്യോതിസ്യന്മാരെയും ഈ സന്യാസി കാവ്യ എടുത്തവരെയൊക്കെ കൊണ്ടിരുത്തിയിട്ട് സംവാദം നടത്തി. ഈ സംവാദം നടത്തിയയാളുടെ ഇൻറ്റൻഷനെക്കുറിച്ച് സംശയിക്കാനേ കഴിയൂ. ഇത് പാവം ഈ ജ്യോത്സ്യന്മാർ അങ്ങനെ ഈ ശാസ്ത്രം ഒരുപാട് അറിവൊന്നും നേടിയവരല്ല. അവരെ ജ്യോതിഷത്തിൽ തന്നെ എത്ര അറിവുണ്ടെന്ന് എനിക്ക് അവർ കുറച്ച് ചില താല്പര്യങ്ങൾക്ക് നിൽക്കുന്നതാണ്, അവരെ പൊരിച്ച് മറ്റവർ. അപ്പം ഇത് കേട്ടാൽ തോന്നും ഈ ശാസ്ത്രം ഈ പറയുന്ന കാര്യങ്ങളെ മുഴുവൻ തെറ്റ്, ഇവർ പറയുന്നത് മാത്രം ശരി. അപ്പോൾ ജ്യോതിഷത്തിൽ ഈ ഗ്രഹങ്ങൾ ഇങ്ങനെ നിന്നാൽ സ്വാധീനിക്കും, അത് തെറ്റോ ശരിയോ. അവരെ എതിർക്കുന്നവരിത് പരിശോധിച്ചു. ഏതെങ്കിലും ഒരു പരീക്ഷണം, ആ പരീക്ഷണം നമുക്കറിയാം, ഒരു മരുന്ന് പോലും ഉണ്ടാക്കുന്നത് എത്ര പേരിൽ പരീക്ഷിച്ചാണ് അല്ലേ? അതിന് സയൻസിനൊരു, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഒബ്സർവേഷൻ അങ്ങനെ വന്ന് വെരിഫിക്കേഷൻ, എക്സ്പെരിമെൻ്റ്, ആ ഘട്ടങ്ങൾ കടന്നിട്ടാണോ ഇവർ ഈ അഭിപ്രായം പറഞ്ഞത്? എനിക്കതാണ് ചോദിക്കാറുള്ളത്. ഇവരാദ്യമേ ഇവരിത് പരിശോധിച്ചോ? ഈ ഒരു ജാതകം എത്രയെങ്കിലും പേരുടെ ജാതകവും ഈ ഗ്രഹങ്ങളുടെ പോക്കും നോക്കി ഈ പറഞ്ഞിരിക്കുന്നത് ശരിയാകുന്നില്ല എന്ന് ആണോ ഇവർ പറയുന്നത്?
ഞാൻ ജ്യോതിഷത്തെ സപ്പോർട്ട് ചെയ്തൊന്നും പറയുന്നതല്ല, വേദാന്ത അതിനെയൊന്നും അധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതല്ല. അതൊക്കെ അപരാവിദ്യ എന്നാണ് പറയുന്നത്. ജ്യോതിഷം എന്ന് വെച്ചാൽ ലോവർ നോളജ്. പരാവിദ്യ എന്ന് പറയുന്നത് ബ്രഹ്മവിദ്യ മാത്രമേ ഉള്ളൂ, ഹയർ നോളജ്. എങ്കിലും ഞാൻ പറയുകയാണ്, ഈ സംവാദം കണ്ടിട്ട് ഈ ആധുനിക ശാസ്ത്രം ശരിയെന്നു, അവർക്ക് ശാസ്ത്രത്തെക്കുറിച്ചൊക്കെ ഒരു മിതമായ അറിവേ ഉള്ളൂ, അത് മറ്റൊരു കാര്യം. ഇനി ഇത് തമ്മിലുള്ള അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു, വേദാന്തത്തിന് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല, ശാസ്ത്രത്തിന് വേദാന്തത്തിൻ്റെ സർട്ടിഫിക്കറ്റും ആവശ്യമില്ല. ഇത് രണ്ടിൻ്റെയും രീതി രണ്ടാണ്. ഈ വേദാന്തത്തിൻ്റെ ടൂൾസ് അല്ല ശാസ്ത്രത്തിന്, ശാസ്ത്രത്തിൻ്റെ ടൂൾസ് അല്ല. രണ്ടിൻ്റെയും ലോജിക്ക് വേറെയാണ്. ഇൻഡക്റ്റീവ് ലോജിക്ക് ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് അനുഭവങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഇത് മറ്റൊരു രീതിയിലാണ് വേദാന്തം പോകുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഇനി യഥാർത്ഥ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം കൂടെ നമ്മൾ എടുക്കണം. ഈ ശാസ്ത്രം ഇന്ന് ക്വാണ്ടം ഫിസിക്സൊക്കെയാണ് ഏറ്റവും സട്ടിലായിട്ട്, സൂക്ഷ്മമായിട്ട് ഈ പറയുന്ന ഈ ചാനലിൽ വന്നവരോ അങ്ങോട്ട് പോകുന്നതേ ഇല്ല. ഇനി അവർക്കത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണോ അവർ അതിലേക്ക് പോയാൽ ഇത് ഈ വേദാന്തമൊക്കെ അടുത്തെത്തുമെന്നുള്ളതുകൊണ്ട് മനഃപൂർവ്വം തമസ്കരിക്കുമെന്ന് എനിക്കറിയില്ല. അവരൊരു മിഡിലിൽ നിൽക്കുന്ന, ഇവിടെ ഒരു ആധുനിക കാലത്തൊക്കെ നിൽക്കുന്ന കുറേ, ഇപ്പോൾ ന്യൂട്ടൺ, ഐൻസ്റ്റൈൻ, അവരുടെയൊക്കെ തലത്തിൽ ആ സമയം വരെയൊക്കെയുള്ള ചില ശാസ്ത്ര സിദ്ധാന്തങ്ങളാണ് പറയുന്നത്. അവർ ക്വാണ്ടം ഫിസിക്സിലേക്കൊന്നും അവർ പോകുന്നതേ ഇല്ല. അപ്പോൾ ക്വാണ്ടം ഫിസിക്സിൽ 35 വർഷം എക്സ്പെരിമെൻ്റ് ഗവേഷണം നടത്തിയ ജർമ്മൻ ശാസ്ത്രജ്ഞൻ പീറ്റർ ഡാം, അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമുണ്ട്. ഞാൻ 35 വർഷമായിട്ട് ഈ ക്വാണ്ടം ഫിസിക്സിൽ ഞാൻ പരീക്ഷണങ്ങൾ ഗവേഷണം നടത്തുകയാണ്. ഇതിൽ ഓരോ ഘട്ടം കഴിയുമ്പോഴും ആദിശങ്കരൻ്റെ മായ എന്നുള്ള സിദ്ധാന്തമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഞാൻ പറഞ്ഞതല്ല, ആർക്കും പരിശോധിക്കാം. അത് എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞെന്നും കൂടി നമ്മൾ പരിശോധിക്കാം. ക്വാണ്ടം ഫിസിക്സ് അനുസരിച്ച് സൂക്ഷ്മ തലത്തിൽ പോകുമ്പോൾ ഒരു വസ്തു, നമ്മളൊക്കെ അറിയാം, ആറ്റം വിഘടിച്ച് എനർജി അല്ലേ, എനർജിയുടെ തലത്തിൽ കോർക്ക് വരെ പോകുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ ഇത് ബേസിക്കായിട്ട് അടിസ്ഥാനപരമായി ഇത് കണങ്ങളാണോ ഇത് തരംഗമായിട്ടാണോ നിൽക്കുന്നതെന്നൊരു തർക്കം, ഇത് ഐൻസ്റ്റീൻ്റെയും നീൽ ബോറിൻ്റെയൊക്കെ കാലം തൊട്ടേ ഉള്ള ഒരു തർക്കമാണ്. ഇതുണ്ട് ഈ തർക്കം. അപ്പം ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് ഒരു പുഴ, ഇവിടെ പുഴയില്ല, ഈ ആറ്റംസ് കണ്ടിന്യൂ ആയിട്ട് തുടർച്ചയായി ഫ്ലോ ചെയ്യണം, ഒഴുകുന്നത് കൊണ്ട് പുഴയായി കാണുക. അപ്പോൾ ഈ കാണുന്നതെല്ലാം മിഥ്യയല്ലേ. അതുകൊണ്ടാണ് പീറ്റർ ഡർ പറഞ്ഞത് ആദിശങ്കരൻ്റെ മായ എന്ന സിദ്ധാന്തമാണ് എനിക്ക് മനസ്സിൽ വരുന്നത് ഈ ഗവേഷണത്തിൽ പോകുമ്പോൾ. ഈ പറയുന്ന ഇവരെ ഞാൻ പറയുന്നത് ലോക്കൽ യുക്തിവാദികളാണ്. അത് ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും വാക്ക് ഉപയോഗിച്ചില്ല, രൂക്ഷമായി പറയാതിരിക്കാൻ കഴിയില്ല. ഈ ചാനൽ മനഃപൂർവ്വം ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞാൻ അത്ര ഇതിൽ പറയും. ഇത് കണ്ട പലർക്കും ഈ ഭാരതീയമായ ചിന്തകളും ഇതെല്ലാം ഒരു അന്ധവിശ്വാസമെന്ന് പറഞ്ഞു. പക്ഷെ മറ്റ് ചില ചിന്തകളെയൊന്നും അവർ തൊട്ടില്ല. അവിടെ തന്നെ അവരുടെ ഇൻറ്റൻഷനിലെ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും രൂക്ഷമായി ലോക്കൽ യുക്തി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്രഞ്ച് റാഷണലിസ്റ്റുകളാണ് യഥാർത്ഥ യുക്തിവാദികൾ. അത് ഭാരതത്തിലില്ല. ബ്രിട്ടീഷ് എംപിരിസിസ്റ്റുകൾ, അനുഭവ പ്രാമാണ്യവാദികൾ, സെൻസ് ഓർഗൻസ് വഴിയാണ് നമുക്ക് അറിവ് കിട്ടുന്നതെന്ന് പറയുന്നവരാണ് ഇവിടെ യുക്തിവാദികളായി മാറിയത്. അപ്പോൾ ആയിക്കോട്ടെ, അവർ ശാസ്ത്രത്തിൽ വിശ്വസിക്കട്ടെ, ആ ശാസ്ത്രത്തിനെ ഒന്നും തള്ളി പറയുന്നില്ല. പക്ഷേ ഇവർ നിൽക്കുന്നത് ഒരു അല്പം തരംതാണ ശാസ്ത്ര അറിവുകളിലാണ്, അങ്ങേയറ്റം ഇവർ പോകുന്നില്ല. അപ്പോൾ ഇതിന് ഈ തർക്കം പറഞ്ഞല്ലോ, തരംഗമാണോ കണങ്ങളാണോ, ഇത് 2023 3 പേർക്ക് നൊബേൽ പ്രൈസ് കിട്ടിയത് ഇതിനൊരു തീർപ്പ് കൊണ്ടുവന്നു. അവരുടെ തീർപ്പ് എന്താണെന്നറിയാം? ഇത് കാണുന്നവൻ്റെ കണ്ണിലെ കാഴ്ച പോലെ, ഇതിൻ്റെ സ്പേസിനെയാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ ഇത് കണങ്ങളായിരിക്കും. ടൈമിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ ഇത് തരംഗം, വേവ്സ് ആയിരിക്കും. ഒബ്സർവർ ഇഫക്റ്റ്. അപ്പോൾ അതെവിടെ നിൽക്കുന്നു അല്ലേ? വേദാന്തം പറയുന്നത് എന്താണ്? അവനവൻ്റെ സങ്കല്പം പോലെയാണ് ഈ ലോകം കാണുന്നത്, അവനവൻ്റെ ജനനവും എല്ലാം വരുന്നത്. ഇതുമായി വളരെ അടുത്തുനിന്ന് ആധുനിക ശാസ്ത്രം വന്നു കഴിഞ്ഞു. പക്ഷെ ആധുനിക ശാസ്ത്രത്തിന് ഈ ബ്രഹ്മസത്യത്തിലൊന്നും ഒരു കാരണമെന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന ടൂൾസ് ഇന്ദ്രിയങ്ങൾ തന്നെയാണ്, പിന്നെ യുക്തിയും. അപ്പോൾ ഐൻസ്റ്റീനൊന്നും ഒരിക്കലും പരീക്ഷണശാലയിൽ പോയവരല്ല, അവരൊരു മുറിയിലിരുന്ന് അവരുടെ യുക്തി കൊണ്ട്. സ്റ്റീഫൻ ഹോക്കിംഗ്, അദ്ദേഹത്തിന് ഇത്രയും സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്താൻ കഴിഞ്ഞത് ശരീരം അങ്ങനെ ഇരുന്നത് കൊണ്ടാണ്. ഈ ഇന്ദ്രിയങ്ങളൊക്കെ എവിടെ നിന്ന് വന്നു? സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഈ അറിവ് ഉള്ളിൽ നിന്ന് വന്നു, ഇൻറ്റ്യൂഷനാണ്.
ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ട്യൂഷൻ ഫ്രം ഇറ്റ് സെൽഫ്, അന്തർ ട്യൂഷൻ, അകത്ത് നിന്ന് വന്ന അറിവുകളാണ്, അല്ലെന്ന് ആർക്കെങ്കിലും പറയാം. അദ്ദേഹത്തിന് എവിടെ ഈ ശാസ്ത്രജ്ഞ അപ്പം സ്വാമി രാമദേവനോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് വെസ്റ്റ് ഇത്ര പുരോഗമിച്ചു? അവർ വേദാന്തം അറിയാതെ പ്രായോഗികമാക്കി, അവർ ധ്യാനത്തിലേക്ക് പോയി. ശാസ്ത്രജ്ഞന്മാർ അവരുടെ ഉള്ളിൽ നിന്നുള്ള അറിവ് അവർ പുറത്ത് ലോകത്തിന് മുഴുവനായി കൊടുത്തു, അല്ലേ? ഈ സിദ്ധാന്തങ്ങളൊക്കെ അങ്ങനെ ഉള്ളിൽ നിന്നല്ല വന്നതെന്ന് പറയാം. ഈ ഹൈപ്പോത്തസിസ് എവിടെ നിന്ന് വരുന്നു? ഉള്ളിൽ നിന്നല്ലേ വരുന്നത്. ഇനി കുറച്ച് ചോദ്യങ്ങൾ ഈ ആധുനിക ശാസ്ത്രത്തിനെ അമിതമായി സപ്പോർട്ട് ചെയ്യുന്നവരോട് എനിക്ക് ചോദിക്കാൻ. ഒന്ന്, ഈ ഹോർമോൺസാണ് മൂഡ് മാറ്റുന്നത്. ഇപ്പോൾ ഡോപ്പമിൻ സന്തോഷം വരുത്തും. അപ്പോൾ ഈ ഹോർമോൺ കുത്തിവെച്ച് ജീവികളിലൊക്കെ പരീക്ഷണം നടത്തിയിട്ടുണ്ട്, അതിൻ്റെ സ്വഭാവമേ മാറി. നമ്മളിൽ ഹോർമോൺ ചേഞ്ച് വരുന്നത് കൊണ്ടാണോ നമുക്കൊരു പ്രശ്നം വന്ന് നമ്മൾ ദുഃഖിതനാകുമ്പോൾ ഈ ഹോർമോൺ ചേഞ്ച് ആവുന്നതാണ്? ഇത് പറയണം ഇതിൻ്റെ ഉത്തരം. ആദ്യം സംഭവിക്കുന്നത് ഈ ശാസ്ത്രം ചെയ്യുന്നത് വാട്ട് ഈസ് ആക്ച്വലി ഡൺ. ഒരു കാര്യം വരുമ്പോൾ അവിടെ എന്താണ് പ്രവർത്തനം, അതാണ് പോസിറ്റീവ് സയൻസസ് ചെയ്യുന്നത്. എന്താണ് ആക്ച്വലായിട്ട് നടക്കുന്നത് അത് അവർ പഠിച്ച് അത് പറയുകയാണ് ചെയ്യുന്നത്. അത് പരീക്ഷണം നടത്തി, അതിൽ എക്സ്പെരിമെൻറ്റ്സ് നടത്തി എന്ത് സംഭവിക്കുന്നു, ഒരു പ്രവർത്തനം, ബ്ലഡ് സർക്കുലേഷൻ എങ്ങനെ, ബ്രെയിനിൻ്റെ പ്രവർത്തനം. അവിടെ ഈ ബ്രെയിനിൽ അങ്ങനെ ഒരു കാര്യം ഇപ്പോൾ നമ്മൾ കൃത്രിമമായി ഒരു ഇഞ്ചക്ട് ചെയ്തൊക്കെ വെച്ചാൽ ആ മൂഡ് ഇയാളിൽ ഉണ്ടാവുമായിരിക്കും. പക്ഷേ സാധാരണഗതിയിൽ ഉണ്ടാവുന്നത് ഇയാൾക്കൊരു പ്രശ്നം വന്ന് ദുഃഖം വരുമ്പോൾ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യല്ലേ ഉണ്ടാവും, ശരിയല്ലേ? അപ്പോൾ അതെവിടെ നിന്ന് വരുന്നു, അതിൻ്റെ സോഴ്സ് എന്ത്? ഇനി ബോധമില്ലാതെ, ബാലകൃഷ്ണൻ സാറിൻ്റെ ചോദ്യമാണ് ഞാൻ, ആർക്കെങ്കിലും ഇതിനൊരു, ഇപ്പോൾ സാർ എന്നോട് പറയും ഒന്നും അന്ധമായി അംഗീകരിക്കരുത്, ഇത് പരീക്ഷിച്ചുറപ്പിക്കണം. അപ്പോൾ ഇതിൽ ഉത്തരം ആരെങ്കിലും ഇതിന് പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കാം. അപ്പോൾ സാറും പറയും, സാറ് 40 വർഷം ഇതിനെതിരെ എന്തെങ്കിലും യുക്തിയോ? സാറിൻ്റെ ചോദ്യം ഇതാണ്, ബോധമില്ലാതെ പ്രപഞ്ചമുണ്ടോ? ബോധമില്ലെങ്കിൽ പ്രപഞ്ചമുണ്ടെന്ന് ആർക്കെങ്കിലും തെളിയിക്കാമോ? അപ്പം പറയാം, അത് എനിക്ക് ബോധമില്ലെങ്കിലും മറ്റേ അയാളുടെ പിന്നിലൊരു ബോധമില്ല. ഈ പ്രപഞ്ചം എന്ന് പറയുന്ന അനുഭവം വേണമോ? ബോധം വേണം. അപ്പം ഇവർ പറയുന്ന അതിനൊരു മറുപടി, ഈ ബോധം എന്ന് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ബൈ പ്രോഡക്റ്റ് ഓഫ് നെർവസ് സിസ്റ്റം. ശരി, സമ്മതിച്ചു. നെർവസ് സിസ്റ്റം മാറ്റർ ആണല്ലോ, എനർജി മാറ്റർ അല്ലേ? നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന മാറ്ററാണ്. ഈ അതായത് കെമിക്കൽ എന്ന് പറയുന്നത് മാറ്റർ ആണല്ലോ, അല്ലേ? രാസപ്രവർത്തനങ്ങൾ നടക്കുന്നതൊക്കെ ഈ മാറ്ററിലാണ്, ഭൗതിക വസ്തു, ദ്രവ്യത്തിലാണ്. ദ്രവ്യത്തെക്കുറിച്ചൊക്കെ ഇന്ന് വളരെ പറയുന്ന ഒരു പ്രസിദ്ധ യുക്തിവാദിയുണ്ട്, ഞാൻ പേരിലേക്കൊന്നും പോകുന്നില്ല, എല്ലാം ദ്രവ്യമാണ്. അത് സമ്മതിച്ചു, പൂർണ്ണമായും സമ്മതിച്ചു. ഈ ദ്രവ്യം മാറ്റർ എവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? സ്പേസിലാണല്ലോ. ഞാൻ പറയല്ല, ശാസ്ത്രം പറയുന്നല്ലോ, മാറ്ററിന് പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം, സ്പേസ് ആവശ്യമാണ്. ഈ സ്പേസ് മാറ്ററാണോ? അതാണ് ചോദ്യം. സ്പേസ് മാറ്റർ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എന്ത് വരും? ആ മാറ്ററിന് എക്സിസ്റ്റ്, അതെവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയേണ്ടി വരും. സ്പേസ് പിന്നെ എന്താണ്? ഇവരത് മറുപടി പറയണം ഇവർ. അപ്പോൾ ഇങ്ങനെയൊന്നും ചോദിക്കാനൊന്നും അവിടെ ആളില്ലായിരുന്നു, മറ്റവരെ ചുരുട്ടിക്കൂട്ടി. അപ്പോൾ 1-2 ചോദ്യത്തിൽ ഇവരെ നിർത്താവുന്നതേ ഉള്ളൂ, ഇതുപോലെ ഉള്ള ബോധമില്ലാതെ. അപ്പോൾ പറയുന്നു ബോധം ബൈ പ്രോഡക്റ്റ്. അങ്ങനെയെങ്കിൽ എന്തിൻ്റെ? നെർവസ് സിസ്റ്റം, അത് മാറ്ററാണ്. ഈ മാറ്റർ എവിടെ എക്സിസ്റ്റ്? സ്പേസിൽ. അപ്പോൾ ഈ സ്പേസ് എന്ത്? സ്പേസ് മാറ്ററാണോ? അത്രയേ ഉള്ളൂ ചോദ്യം. അപ്പോൾ സ്പേസ് മാറ്ററാണെന്ന് പറഞ്ഞാൽ ആ മാറ്റർ എവിടെ എക്സിസ്റ്റ് ചെയ്യും? സ്പേസിലല്ലേ എക്സിസ്റ്റ്. അവിടെ പിന്നെ ഡിപ്പെൻസിയായി അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുക. ഫാലസി ഓഫ് പെറ്റീഷ്യോ പ്രിൻസിപ്പൽ എന്ന് പറയും പോലെ ലോജിക്കിൽ പരസ്പര ആശ്രയദോഷം. അതായത് ദൈവം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഈസ് ഗോഡ് എക്സിസ്റ്റ്? യെസ്, ബിക്കോസ് ബൈബിൾ സേസ് സോ. ഈസ് ബൈബിൾ ട്രൂ? യെസ്, ഇറ്റ്സ് ദ വേർഡ്സ് ഓഫ് ഗോഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുപോലത്തെ ഒരു യുക്തിപരമായ ഒരു വിഡ്ഢിത്തം അവിടെ കടന്നു വരും ഇവരത് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനപ്പുറത്ത് ഈ ശാസ്ത്രത്തിന് വിവരിക്കാൻ പറയാത്ത അപ്പുറത്തുണ്ട് സത്യം എന്ന് ഇവർ അംഗീകരിക്കും. ഇത് അംഗീകരിച്ച ശാസ്ത്രജ്ഞന്മാരെല്ലാം ഇത് അംഗീകരിക്കുന്നുണ്ട് ഏകദേശം. അപ്പോൾ എന്തെങ്കിലും ഇത് ഞാൻ മനസ്സിലാക്കിയത്, ഇന്നത്തെ ഇതിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കി ഒരു ശ്രദ്ധ പിടിച്ചു പറ്റി മുമ്പോട്ട് പോകാനുള്ള ചില, ഇപ്പോൾ ആധ്യാത്മിക രംഗത്ത് ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്. അത് നമ്മൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഭക്തിയുടെയും ഇതിൻ്റെയൊക്കെ പേരിലാണ്. അതിൻ്റെ മറ്റൊരു മറുവശമാണ് അലോപ്പതി ഡോക്ടർ ഹോമിയോ അംഗീകരിക്കില്ല, ഹോമിയോ അലോപ്പതി അംഗീകരിക്കില്ല, ആയുർവേദം
ഇതൊരു തെറ്റായ പ്രവണതയാണ്. അപ്പോൾ എൻ്റെ തന്നെ അനുഭവത്തിൽ എനിക്കൊരിക്കൽ കാലിൽ മുട്ടിൽ നീരൊക്കെ വന്നു, ഒരു ഹോമിയോ മരുന്നിലാണ് മാറിയത്. എൻ്റെ അനുഭവം തെറ്റെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? അപ്പോൾ ഇത് ഈ സ്പെഷ്യലൈസേഷൻ അതിനെക്കുറിച്ചും കൂടെ പറഞ്ഞിട്ട് ഇത് അവസാനിക്കാം. അപ്പോൾ വേദാന്തത്തിൻ്റെ ഒരു ഇതും അതിൽ വരും. മോഡേൺ പീരിയഡിലെ ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ് സ്പെഷ്യലൈസേഷൻ. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് പോസ്റ്റ് മോഡേൺ പീരിയഡ്, ഉത്തരാധുനിക കാലം. ആധുനിക കാലം കഴിഞ്ഞു. അപ്പോൾ സ്പെഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഓഫ്തമോളജിസ്റ്റ് അല്ലെ, കാർഡിയോളജിസ്റ്റ് അല്ലെ, ബോഡിയെ തന്നെ ഓരോ ഭാഗം. ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അത് നിങ്ങളൊന്ന് ഗ്യാസ്ട്രോ കൂടെ കാണിച്ചേക്ക്, നിങ്ങൾ റെസ്പിറേറ്ററി കൂടെ, ഇങ്ങനെയാണ്. ജനറൽ മെഡിസിൻ ഉണ്ട് അവിടെ, എങ്കിലും സ്പെഷ്യലിസ്റ്റുകൾക്കാണ്. അങ്ങനെ ഗുരു നിത്യചൈതന്യ എഴുതിയ ഒരിക്കൽ മനഃശാസ്ത്രമെന്ന് പണ്ടൊരു അറിയാമായിരിക്കും, ഒരു മാസിക കണ്ടിട്ടുണ്ടോ എന്തോ, ഇപ്പം നിന്നുപോയി. അതിലൊരുപാട് ലേഖനങ്ങളും മാത്യു പി എം വല്ലൂരൊക്കെ എഴുതും, ഒരുപാട് സന്യാസി വര്യന്മാർ ഒക്കെ എഴുതും. അതിലെഴുതിയിരുന്നതാണ് ഒരാൾക്ക് അതികലശലായ കണ്ണുവേദന. ഇയാൾ ഇനി കണ്ണാശുപത്രികളെ കയറി ഇറങ്ങി എല്ലാ കണ്ണ് ഡോക്ടറും ഐ സ്പെഷ്യലിസ്റ്റുകളും ഇത് പരിശോധിച്ചു, ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞു. അവസാനം ഒരു പല്ല് വേദന വന്ന് എടുക്കാനായിട്ട് ദന്ത ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം ചോദിച്ചു, അത് ഞാൻ എന്നും എള്ളുണ്ട തിന്നു. അങ്ങനെ ഇയാളുടെ ഞരമ്പ് കേടായാണ് ഈ കണ്ണ്. ഇതൊരിക്കലും ഓഫ്തൽമോളജിസ്റ്റിന് കണ്ടെത്താൻ കഴിയില്ല. ജനറൽ അപ്പോൾ പഴയ വൈദ്യന്മാരെന്ന് വെച്ചാൽ നമ്മൾ ആരോഗ്യ നികേതനത്തിലൊക്കെ ജീവൻ മശായി നാടി പിടിച്ച് നോക്കി എന്തും പറയും. സമഗ്രമായിട്ടാണ് ഈ മനുഷ്യ ശരീരത്തെ കാണുന്നത്. ഇതാണ് ഹോളിസ്റ്റിക് വ്യൂ. പോസ്റ്റ് മോഡേൺ വ്യൂ എന്ന് പറയുന്നത് സമീപനം ഹോളിസ്റ്റിക്കാണ്. സ്പെഷ്യലൈസേഷൻ്റെ കാലം കഴിഞ്ഞു. ഇതൊക്കെ ഇവരെന്താ പറയാത്തത്? ഈ ഒരു ഇന്ന് ശാസ്ത്രത്തെ പിന്തുണയ്ക്കുന്നവരും അപ്പോൾ അലോപ്പതിയിൽ ചിലപ്പോൾ ചെയ്യാൻ കഴിയാത്തത് ആയുർവേദത്തിൽ ചെയ്യാൻ കഴിയും. അത് സാധിക്കാത്ത ഹോമിയോ ഇഫക്റ്റ് ഇല്ലെന്നൊന്നും എൻ്റെ അനുഭവത്തിൽ ഇഫക്റ്റ് ഉണ്ട്, അത് ചെയ്യാൻ കഴിയും. ഇതിനെ സംയോജിപ്പിച്ച് മനുഷ്യരാശിയുടെ ഒരു നന്മയ്ക്കാണ് എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകാൻ ഇവർ തയ്യാറാവില്ല. കാരണമെന്ന് വെച്ചാൽ അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗമാണ്. ബിസിനസ് ഈ മരുന്ന് കമ്പനികളാണ് ഏറ്റവും പ്രശ്നം. അവരൊരിക്കലും ഇത് സമ്മതിക്കില്ല. അപ്പോൾ ഇതിന് ഇപ്പോൾ സിദ്ധ വൈദ്യം, നമ്മുടെ ഡെങ്കിപ്പനിയൊക്കെ പടർന്നപ്പോൾ തമിഴ്നാട്ടിൽ അവരത് ചെയ്തു. പഴയ സിദ്ധ രീതിയും മോഡേൺ സയൻസുമായിട്ട് ഇതിന് എന്തുണ്ട്, ഈ പ്ലേറ്റ്ലെറ്റ് കുറയുന്നു, എന്ത് ചെയ്യാം? അങ്ങനെയാണ് പപ്പായയുടെ നീര് അത്. എന്നിട്ട് അവർ 3 ദിവസം ഹിന്ദു പേപ്പറിൽ തമിഴ്നാട് ഹെൽത്ത് മിനിസ്ട്രി ഇത് പരസ്യം കൊടുത്തു. ഇവിടെ ഒരു ഡോക്ടർ, എൻ്റെ സുഹൃത്ത്, ഡെങ്കി വന്ന സുഹൃത്തിനോട് പറയുകയാണ്, അത് ഉപയോഗിക്കലാകെ പോക്കാണ്. ഇതാണ് ഇത് ഒരു പ്രശ്നമാണ്. ഇത് ഒരു അലോപ്പതിയെ മാത്രമല്ല, ആയുർവേദത്തിലുള്ളവർ മറ്റതിനെ കുറ്റം പറയും. ഇങ്ങനെ ഇത് പാടില്ല. അപ്പോൾ ഈ കുറ്റം പറച്ചിലെല്ലാം വേദാന്തത്തിന് ഇതെല്ലാം ബ്രഹ്മമാണ്. ഇത് ഒരുമിച്ച് വരും. ഇത് മനുഷ്യരാശിക്ക് ആയുർവേദം എന്ന് പറയുമ്പം ഈശ്വരൻ തന്നെ, ഈ ബ്രഹ്മം തന്നെ, നീ ഇപ്പോൾ തൽക്കാലം ഈ രൂപത്തിലായി, നിനക്കൊരു അസുഖം വന്നു, ഇതാ ഈ വിദ്യ കൂടെ ഇരിക്കട്ടെ, അങ്ങനെ കൊടുത്തതാണ് ഈ അലോപ്പതിയും ആയുർവേദവും ഹോമിയോപ്പതി. ഇങ്ങനെ ഇതിനെ കണ്ടിട്ട് ഇത് മനുഷ്യരാശിക്ക്. ഇപ്പോൾ എഡ്വേർഡ് ജെന്നർ വാക്സിൻ കണ്ടുപിടിച്ചു മസൂരിക്ക്, അദ്ദേഹം അത് ഒളിച്ചു വെച്ചു? ഇല്ലല്ലോ. അദ്ദേഹം മനുഷ്യരാശിക്ക് മുഴുവനും കൊടുത്തു. മാനവോദ്ധാരകനായി മാറി അദ്ദേഹം. ലൂയി പാസ്റ്റർ വിഷബാധയ്ക്കെതിരെ വാക്സിൻ. ഭാരതത്തിൽ മുമ്പൊരു പ്രശ്നം ഉണ്ടായിരുന്നത് പല വിദ്യയെ ഒളിച്ചു വെച്ചു. ഇതിനേക്കാളും ഗംഭീരമായ വിദ്യകൾ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഈ ഒളിപ്പിച്ചു വെച്ചതുകൊണ്ട് പല ഭൗതിക വിജ്ഞാനവും, ഈ ആത്മീയത മാത്രമല്ല ഭൗതിക വിജ്ഞാനവും നമുക്ക് നഷ്ടപ്പെട്ടു. ഇപ്പം തന്നെ അയൺ പില്ലറിൻ്റെ രഹസ്യം അറിയില്ല. അത് തുരുമ്പെടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ട്? ആധുനിക ശാസ്ത്രത്തിന് പിടിയില്ല. ഈ കാഞ്ചീപുരം പട്ട് മടക്കി തീപ്പെട്ടിക്കുള്ളിലാക്കി വയ്ക്കാനുള്ള ടെക്നോളജി അതിപ്പോൾ ചില കുടുംബങ്ങൾക്കറിയാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആറന്മുള കണ്ണാടി തന്നെ ചില കുടുംബങ്ങൾക്ക് മാത്രമേ അറിയാവൂ. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് ഭാരതത്തിൽ പോയിട്ടുള്ളത്. അപ്പോൾ ആ കുടുംബം വല്ലതും അന്യം നിന്ന് പോകുന്നെങ്കിൽ ആ വിദ്യ അങ്ങ് നിൽക്കും. അപ്പോൾ ചില ഗുരുക്കന്മാർ ശിഷ്യന്മാർക്ക് ചില മരുന്നുകൾ പറഞ്ഞു കൊടുക്കില്ല. പറഞ്ഞു കൊടുത്താൽ തന്നെ ആ ശിഷ്യനോട് ചിലപ്പോൾ അവസാനിക്കും. അപ്പോൾ അതിൽ നിന്നും കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ഒരു സമീപനം വന്നത് നമ്മുടെ വെസ്റ്റിൽ നിന്നാണ്. അത് നമ്മളെ നല്ലതായിട്ട് തന്നെ അംഗീകരിക്കണം. അതുപോലെ ഇപ്പം സപ്തസ്വരങ്ങൾ കേൾക്കുന്ന തൂണുകളുണ്ടല്ലോ, നമ്മുടെ ശുചീന്ദ്രത്വമൊക്കെ, അതിൻ്റെ ടെക്നോളജിയൊക്കെ പഠിക്കാൻ എഞ്ചിനീയർമാർ വിദേശത്തു നിന്നൊക്കെ വന്നിട്ട് പഠിക്കാൻ സാധിച്ചില്ല. പക്ഷെ ഇന്നത് ചെയ്യാനും സാധിക്കും.
അപ്പോൾ ഇതൊക്കെ കൈമാറിയിരുന്നെങ്കിൽ പല പല ലോകോപകാരപ്രദമായ ഭൗതിക വിജ്ഞാനവും ഭാരതത്തിലുണ്ടായിരുന്നു. അത് സത്യമാണ്. പക്ഷേ അതൊക്കെ കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയി. കുറേയല്ല, വളരെയധികം നഷ്ടപ്പെട്ടു പോയി. അതിന് ഒരു കാരണം പറയുന്നത് ഈ നളന്ദ തക്ഷശിലയിലൊക്കെ ഉണ്ടായിരുന്ന ഗ്രന്ഥങ്ങൾ വിദേശികളൊക്കെ വന്നു അത് ചുട്ടരിച്ച് കളഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ അത് എന്തെങ്കിലും ആവട്ടെ, നമ്മൾ ഈ പറഞ്ഞു വന്നത് ഈ സ്പെഷ്യലൈസേഷനും ഹോളിസ്റ്റിക് വ്യൂ ആണ്. അപ്പോൾ ശാസ്ത്രത്തിനെ നമ്മൾ തള്ളിപ്പറയുന്നൊന്നുമില്ല. ശാസ്ത്രത്തിൻ്റെ ലേബലിൽ ഞങ്ങളാണ് ശാസ്ത്രത്തെ സപ്പോർട്ട് ചെയ്യുന്നത്, ഞങ്ങൾ എന്ന് പറഞ്ഞ് വരുന്ന ചിലരാണ് അതിനെ നശിപ്പിക്കുന്നത്. വാസ്തവത്തിൽ ഇത് അവരുടെ ആരുടെയും കുത്തകയല്ല. ഞാൻ പറഞ്ഞു വന്നത് എഡ്വേർഡ് ജെന്നർ കണ്ടുപിടിച്ച ആ വാക്സിൻ അദ്ദേഹം എല്ലാവർക്കുമായിട്ട് കൊടുത്തു, കുത്തകയൊന്നും ആക്കി വെച്ചില്ല. അത് ഇവർ മനസ്സിലാക്കണം. ഞങ്ങളിത് പറയുന്ന ഞങ്ങൾക്ക് ശാസ്ത്രം അറിയാവൂ, ചിലപ്പോൾ ഇവരെക്കാളും നന്നായി ഗ്രഹിച്ചവരുണ്ടാവുമെന്നൊരു സത്യം ഇവർ അംഗീകരിക്കണം. പിന്നെ മറ്റൊരാൾ വരുന്നുണ്ട്, അദ്ദേഹത്തെ സംബന്ധിച്ച് ശ്രീനാരായണ ഗുരു, മഹാത്മാഗാന്ധി എല്ലാം തെറ്റാണ്. ഞാൻ പേരൊന്നും പറയുന്നില്ല. നമ്മളെ സ്ഥിരം ഇപ്പോൾ ഒരുപാട് യുവാക്കൾ അദ്ദേഹത്തിൻ്റെ പുറകെ പോകുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഫിലോസഫിയൊന്നും പുതിയതല്ല. അതായത് നമ്മളിപ്പോഴും ആനന്ദിച്ച് ജീവിക്കുക, അതാണ് അദ്ദേഹം. ഇതൊക്കെ പഴയ ഗ്രീസിൽ ഗ്രീക്ക് എപ്പിക്യൂറിയൻസ് പറഞ്ഞ ഈറ്റ് ഡ്രിങ്ക് ആൻഡ് ബി മെറി എന്ന് എപ്പിക്യൂറിയൻസ് പറഞ്ഞ ഫിലോസഫി ഇവിടെ ചാർവാകന്മാർ പറഞ്ഞു, കടം വാങ്ങിയും നെയ്യ് ഭക്ഷിക്കുക. അപ്പോൾ ഇതൊക്കെ പുതിയ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് മറ്റെല്ലാം തെറ്റാണെന്നും അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തത് ആരെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തെ എതിർത്ത നീ പോടെ എന്നുള്ള രീതി. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, ലീവ് ഹിം. അവരെ നമ്മൾ അവരുടെ പാട്ടിന് വിടുക. ഒരുപാട് യുവാക്കൾ അതിൽ വഴിതെറ്റുന്നു. അവർ പലരും എന്നോട് ചോദിച്ചതിന് ഞാൻ മറുപടി കൊടുത്തു. അപ്പോൾ ഞാൻ എന്തായാലും തർക്കത്തിനൊന്നുമില്ല. ഗിവ് അപ്പ് ദീസ് ട്രൈ ഡിസ്കഷൻസ് എന്നാണ് പറയുന്നത്. ഈ ഇത്തരം വരണ്ട വാദങ്ങളും ചർച്ചകളും അവസാനിപ്പിക്കുക. ഹൂ ക്യാൻ അറ്റൈൻ ഗോഡ് ഓർ അബ്സല്യൂട്ട് റിയാലിറ്റി ബൈ ഡിസ്കഷൻസ്. ചർച്ചകളിലൂടെ ഇതൊരു മൗനമായ അന്വേഷണമാണ്. അതാണ് പറയാനുള്ളത്. അപ്പോൾ വേദാന്തത്തിന് വേദാന്തത്തിൻ്റെ വഴിയുണ്ട്, ശാസ്ത്രത്തിന് ശാസ്ത്രത്തിൻ്റെ വഴിയുണ്ട്. രണ്ടിനും അതിൻ്റേതായ പ്രസക്തി മനുഷ്യ ജീവിതത്തിലുണ്ട്. ഇത് മനസ്സിലാക്കി ഇതിനെ യോജിപ്പിച്ച് കൊണ്ടുപോകണം. അതിലാണ് ഒരു വ്യക്തിയുടെ വിജയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് തമ്മിൽ തർക്കത്തിനുള്ള ഒരു വേദിയാക്കൽ. ഇതിനെ തമ്മിൽ തർക്കത്തിന് വിളിച്ച വ്യക്തിക്ക് പല ഇൻട്രസ്റ്റുകൾ ഉണ്ടാവാം. അതിലൊന്നും ഈ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വീണു പോകരുത്. ഇത് അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗം. എനിക്ക് മതങ്ങളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, സ്വാമി രാമതീർത്ഥൻ്റെ, നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ഒരു ജാതി ഒരു മതം ഒരു ദൈവം അവിടെ ഉണ്ട്. സ്വാമി രാമതീർത്ഥൻ്റെ ഒരു പ്രഖ്യാപനമുണ്ട്, മതത്തെ അതിൻ്റെ സ്വന്തം നന്മകൾ നോക്കി സ്വീകരിക്കുക, നിങ്ങൾ നേരിട്ടത് പരിശോധിക്കുക, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ കൃഷ്ണനോ ബുദ്ധനോ ക്രിസ്തുവിനോ നബിക്കോ വിറ്റുകളായിരുന്നു. ഇതേ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ശാസ്ത്രജ്ഞന്മാർക്കും വിറ്റുകൾ. നിങ്ങളത് ഇപ്പോൾ ഒരു മരുന്നാവട്ടെ, നമ്മളത് നോക്കണം, നമുക്കത് മാറുന്നുണ്ടോ, അതിൽ നമുക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടോ. ഈ സൈഡ് എഫക്ട്സ് എല്ലാം ഇപ്പോൾ ഗൂഗിളിലോ അല്ലാതെയും നമുക്ക് വായിച്ച് നോക്കാം. നമ്മൾ അതുകൂടി ഒന്ന് നോക്കിയെന്ന് പറഞ്ഞ് തെറ്റ് ഡോക്ടർ എഴുതുന്ന അതുപോലെ നമ്മൾ എടുക്കണമെന്നൊന്നുമില്ല, തെറ്റൊന്നുമില്ല. നമുക്കത് പരിശോധിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നുണ്ട്. അത് മതത്തിൻ്റെ കാര്യത്തിലായാലും ശാസ്ത്രത്തിൻ്റെ കാര്യത്തിലായാലും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മളത് നോക്കിയിട്ട് വേണം അത് സ്വീകരിക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ അബദ്ധങ്ങളിൽ ചെന്ന് പാടും. ആരുടെയും ബ്രെയിൻ വാഷിനോ പ്രലോഭനങ്ങൾക്കോ നമ്മൾ വിധേയരാകരുത്. നമുക്കൊരു ബുദ്ധിയുണ്ട് എന്ന് നമ്മളെ ഡീഗ്രേഡ് ചെയ്യരുത്. അതാണ് സ്വാമി രാമതീർത്ഥനെ പോലുള്ളവർ പറഞ്ഞത്, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ആർക്കും വിറ്റുകളായിരുന്നു. അപ്പോൾ ബാലകൃഷ്ണൻ നായർ സാറിനും അതാണ് പറയാനുള്ളത്. സാർ എപ്പോഴും പറയും, പരീക്ഷിച്ച് നോക്കിയിട്ടേ ഇത് സ്വീകരിക്കാവൂ, ഇത് ഞാൻ തന്നെ പരീക്ഷിക്കും, ഇതിനെതിരെ എന്തെങ്കിലും യുക്തി പറയാനുണ്ടോ എന്ന് ഞാൻ 40 വർഷമായി പരിശോധിക്കുകയാണ്. ആർക്കെങ്കിലും പറഞ്ഞു തരാനുണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ അത് എനിക്ക് ബോധ്യമായാൽ ഞാൻ അംഗീകരിക്കും. ഈ ഒരു തുറന്ന സമീപനം ആരിലും കാണുന്നില്ല. അവരവർ പിടിച്ചതിൽ നിൽക്കുകയാണ്. ഇതാണ് പ്രശ്നം. വേദാന്തത്തിൻ്റെ കാഴ്ചപ്പാട് അതല്ല. എല്ലാം തന്നെയും ഈ പരമസത്യമായിട്ടാണ് വേദാന്തം കാണുന്നത്. ഒന്നിനെയും ഒഴിവാക്കുന്ന പ്രശ്നമില്ല. പിന്നീട് അവിടെ ഒരു കാര്യം കൂടി എനിക്കിതിൽ പറയാനുണ്ട്. അതായത് ഈ സർവം ബ്രഹ്മമയം സർവം ബ്രഹ്മം, അത് പരമഹംസർ പറഞ്ഞ പ്രസിദ്ധമായ ഒരു കഥയുണ്ട്. അങ്ങനെ പറയുന്ന ഒരു സന്യാസി എല്ലാം ബ്രഹ്മമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു ആന വിരണ്ടു വന്നു. അപ്പോൾ സന്യാസി പറഞ്ഞു, അപ്പോൾ പാപ്പാൻ പറഞ്ഞു, സ്വാമി ഓടിക്കോ, ആന വിരണ്ടു വരികയാണ്. ആനയും ബ്രഹ്മം തന്നെ.
ആന വന്ന് സന്യാസിയുടെ കാലിൽ പിടിച്ച് ചുഴറ്റി ഒരു മരത്തിലിറങ്ങി. അപ്പോഴാനയുടെ കലി അടങ്ങി. ആനയെ പാപ്പാൻ ബന്ധിച്ചിട്ട് സന്യാസിയുടെ അടുത്ത് വന്ന് കാലൊടിഞ്ഞ് കിടക്കുക. സ്വാമി, ഞാൻ പറഞ്ഞില്ലേ ആന ബ്രഹ്മം തന്നെ, ഈ വീണതും ബ്രഹ്മം, കാലൊടിഞ്ഞതും ബ്രഹ്മം. അപ്പോൾ പാപ്പാൻ ഒരു ചോദ്യം ചോദിച്ചു, ഈ പറഞ്ഞ ഞാൻ ബ്രഹ്മമല്ലേ, ഞാൻ പറഞ്ഞത് അങ്ങ് കേൾക്കാത്തത് എന്താ? അപ്പം നമ്മൾ അതാണ് പറഞ്ഞത്, ഇത് ഉള്ളിലാണ് പ്രായോഗികമാക്കാൻ. പുറമേ ഈ എല്ലാം ബ്രഹ്മം തന്നെയെങ്കിലും ഇത് നമുക്ക് നല്ലത് ഗുണം, ഭൗതികമായി ഗുണം ചെയ്യുന്നതും ദോഷം ചെയ്യുന്നതും. ഗുണം ചെയ്യുന്നത് സ്വീകരിക്കുക, നമ്മളിവിടെ ജീവിക്കുമ്പോൾ അങ്ങനെ പറ്റൂ. ദോഷം ചെയ്യുന്നതിനെ അകറ്റി നിർത്തുക. അപ്പോൾ ഇതിലെ ശാന്തത എങ്ങനെ കൈവരിക്കാമെന്ന് ചോദിച്ചാൽ, ഒരു വളരെ വിവിധ വർണ്ണങ്ങളിലുള്ള ഒരു ഗ്ലാസ് കൊണ്ട് തീർത്ത ഒരു മുറി കൊട്ടാരത്തിലുണ്ടാക്കി. ആ മുറിയിൽ ഒരു നായ അകപ്പെട്ടു. ഇത് നോക്കിയപ്പോൾ താൻ തന്നെ 100ഓളം രൂപത്തിൽ നിൽക്കുന്നു. അത് വിവിധ വർണ്ണങ്ങളും രൂപവും. ഇത് അതെല്ലാമായിട്ട് കടികൂടി മുഖമൊക്കെ മുറിഞ്ഞ് ചത്തുവീണു. ആ മുറിയിൽ ഒരു രാജകുമാരൻ വന്നു. രാജകുമാരൻ തന്നെ വിവിധ രീതിയിൽ കണ്ട് വളരെ സന്തോഷത്തോടെ ആനന്ദത്തോടെ ശാന്തനായിരുന്നു. ഇതാണ് ജ്ഞാനിയും അജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ്. അപ്പോൾ ശാസ്ത്രത്തെയും നമ്മൾ ഉൾക്കൊള്ളുക. ശാസ്ത്രത്തെ ഒഴിച്ചു നിർത്തി ഇനി നമ്മൾ ഈ പറഞ്ഞതുപോലെ മുമ്പോട്ട് പോവുകയാണ്. പഴയ യാഗങ്ങളോ യജ്ഞങ്ങളോ അതിന് അന്നത്തെ പ്രസക്തി ഉണ്ടായിരുന്നു. അത് ഓരോ യുഗധർമ്മമാണ്. ആ ത്രേതായുഗത്തിൽ അത് ചെയ്തു. നമ്മൾ ഇനി ഈ ശാസ്ത്രത്തിൻ്റെ വഴിയെ തന്നെ ഈ ഭൗതിക ജീവിതം നയിക്കാൻ ഏറ്റവും ഉത്തമ ആധുനിക ശാസ്ത്രം തന്നെയാണ്. അതോടൊപ്പം നമ്മൾ ആയുർവേദം, ഈ അലോപ്പതി, ആയുർവേദം, ഹോമിയോ ഇതൊന്നും നിരാകരിക്കേണ്ട. അതും ആധുനിക കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ അതിലുണ്ട്. ഹോമിയോപ്പതിയൊക്കെ ആധുനിക കാലഘട്ടത്തിൽ വന്നതാണ്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ അതിൻ്റേതായ സ്ഥാനം അതിനും കൊടുക്കുക. ആരും തമ്മിൽ എതിർക്കരുത്. ഇതൊരു ഹോളിസ്റ്റിക് വ്യൂ, സമഗ്രമായി ഇതിനെ സമ്മേളിപ്പിച്ചുകൊണ്ട് പോകാൻ സാധിക്കണം. അവിടെയാണ് ശാസ്ത്രവും വേദാന്തവും ഒരുമിക്കുന്നത്. ഇത് വിയോജിക്കുന്നതിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. രണ്ട് രീതിയാണ്, രണ്ട് ലോജിക്കാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും പിന്നിലുള്ളത്. ഇത് ചിലർ പ്രഭാഷണത്തിലൊക്കെ ശാസ്ത്രം അത് സമ്മതിച്ചു എന്ന് വേദാന്തത്തിന് സപ്പോർട്ടിന് വേണ്ടി പറഞ്ഞു. അതിൻ്റെ ആവശ്യം വേദാന്തത്തിനില്ല, തിരിച്ച് ശാസ്ത്രത്തിനുമില്ല. ഇതൊന്ന് മനസ്സിലാക്കി അതിൻ്റേതായ നിലയിൽ കാണുക. അതാണ് ഈ വിഷയത്തിൽ പറയുന്നത്. വളരെ ദൈർഘ്യമേറിയ ഒരു സത്സംഗമായിരുന്നു ബി.ആർ. രാജേഷ് ജിയുമായിട്ട് നടന്നത്. വേദാന്തത്തിൻ്റെ പ്രായോഗിക വശമാണ് ഈ സത്സംഗത്തിലുടനീളം നമുക്ക് ദർശിക്കാൻ സാധിച്ചത്. അതിന് കാരണഭൂതനായ ആ മഹാത്മാവ് പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ ജിയുടെ ആ ഒരു വേദാന്തത്തിൻ്റെ പാണ്ഡിത്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ശിഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെ എന്ന് പറയാം. ഒരു ജീവിക്കുന്ന ഒരു ഉദാഹരണമാണ് ബി.ആർ. രാജേഷ്. കാരണം ഗുരുവിൻ്റെ സന്ദേശം, ഗുരുവിൻ്റെ ജീവിതം ഒരു ശിഷ്യനിലൂടെയാണ് സാധകരിലേക്ക് അല്ലെങ്കിൽ ലോകത്തിലേക്ക് എത്തുന്നത്. അങ്ങനെയുള്ള ശിഷ്യരെയാണ് ഉത്തമ ശിഷ്യൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടും ബി.ആർ. രാജേഷ് പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ ജിയുടെ ഒരു ഉത്തമ ശിഷ്യൻ എന്ന് തന്നെ നമുക്ക് പറയാം. കേൾക്കുന്ന ഈ സാധകർക്ക്, നമ്മളെ പോലുള്ള സാധകർക്കെല്ലാം അത് ബോധ്യപ്പെട്ടതുമാണ്. എന്തായാലും നമുക്ക് രാജേഷ് ജിയെ ലഭിച്ചത് നമ്മുടെ ഒരു പുണ്യമായിട്ട് കരുതുകയാണ്. അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ കൂടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി എന്ത് സന്ദേശമാണ് സാധകർക്ക് വേണ്ടി അങ്ങനെ പറയാനുള്ളത്? എനിക്ക് സാധകർക്ക് വേണ്ടി പറയാനുള്ളത് വേദാന്തത്തിൻ്റെ സന്ദേശം തന്നെയാണ്. അത് ഉപനിഷത്ത് ഋഷി മുതൽ നമ്മുടെ ആധുനിക കാലത്ത് ജീവിച്ചിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസർ, രമണ മഹർഷി, ശ്രീനാരായണ ഗുരു, എൻ്റെ ഗുരുനാഥൻ ബാലകൃഷ്ണൻ നായർ സാർ, എല്ലാവരുടെയും സന്ദേശം ഒന്ന് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ബാലകൃഷ്ണൻ സാറിൻ്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച ശിഷ്യൻ കൂടിയായ കവിയുമായ പി രവികുമാർ സാറിൻ്റെ അഭിപ്രായത്തിൽ ശങ്കരാചാര്യർക്കും ശ്രീനാരായണ ഗുരുവിനും ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ വേദാന്ത ആചാര്യനായിരുന്നു എൻ്റെ ഗുരുനാഥൻ ശ്രീ ബാലകൃഷ്ണൻ നായർ സാർ. ശങ്കരാചാര്യ സ്വാമികൾ ചെയ്തതുപോലെ പ്രസ്ഥാനത്രയത്തിൽ അദ്ദേഹം ഭാഷ്യങ്ങൾ എഴുതി. ദശോപനിഷത്തുകൾക്ക്
ബ്രഹ്മസൂത്രത്തിന്, ഭഗവത്ഗീതയ്ക്ക്. ഇത് കൂടാതെ ലഘുയോഗ വാസിഷ്ഠത്തിന്. ലഘുയോഗ വാസിഷ്ഠം എന്ന് പറയാൻ കാരണം ബൃഹത് യോഗ വാസിഷ്ഠത്തിന് 32,000 ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ അദ്വൈത വേദാന്തത്തിൻ്റെ ഏറ്റവും വലിയ പ്രകരണ ഗ്രന്ഥമാണ് യോഗവാസിഷ്ഠം. സ്വാമി രാമതീർത്ഥൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് സൂര്യന് കീഴിൽ ഇതുപോലെ ഒരു ഗ്രന്ഥം എഴുതപ്പെട്ടിട്ടില്ല എന്നാണ്. അപ്പം അത് വായനക്കാർക്ക് അല്ലെങ്കിൽ സാധകർക്ക് ഈ 32,000 ശ്ലോകവും പഠിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് 6-ാം ശതകത്തിൽ അഭിനന്ദൻ എന്ന കാശ്മീരി പണ്ഡിറ്റ് അദ്ദേഹം ഇതിനെ 6,000 ശ്ലോകങ്ങളാക്കി ചുരുക്കി ലഘുയോഗ വാസിഷ്ഠം നിർമ്മിച്ചു. അതിന് ഒരു സ്വതന്ത്രമായ വ്യാഖ്യാനം വാസിഷ്ഠ സുധ എന്ന പേരിൽ ബാലകൃഷ്ണൻ നായർ സാറ് എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ 2 വിദ്യാരണ്യ കൃതികൾ എന്ന പേരിൽ വിദ്യാരണ്യ സ്വാമികളുടെ പഞ്ചദശിയും ജീവൻ മുക്തി വിവേകവും ബാലകൃഷ്ണൻ സാറ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു. അതിന് സാറിന് കേരള സാഹിത്യ അക്കാദമിയുടെ തർജ്ജമയ്ക്കുള്ള അവാർഡ് സാറിന് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ശ്രീനാരായണ ഗുരുദേവ കൃതികൾ, സമ്പൂർണ്ണ കൃതികളുടെ വ്യാഖ്യാനം, പിന്നീട് ശങ്കരാചാര്യ സ്വാമികളുടെ പ്രധാന കൃതികൾക്ക് വ്യാഖ്യാനം എഴുതി പ്രൗഢാനുഭൂതി എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ പ്രധാന കൃതികൾ. പിന്നെ ഹരിനാമ കീർത്തനത്തിനും ജ്ഞാനപ്പാനയ്ക്കും എഴുതിയ വ്യാഖ്യാനം, പിന്നെ അനേകം എണ്ണിയാലൊടുങ്ങാത്ത പ്രഭാഷണങ്ങൾ, അതൊക്കെ ഇന്ന് യൂട്യൂബിൽ ലഭ്യമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ വേദാന്തത്തിൻ്റെ സന്ദേശം എനിക്കും ഈ സമൂഹത്തിന് നമുക്കെല്ലാവർക്കും ലഭിക്കുന്നത് ഈ ഗുരുക്കന്മാരിലൂടെ. സാറ് തന്നെ എന്നോടും പ്രഭാഷണത്തിലും പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളതുപോലെ ഈ വേദാന്തത്തിൻ്റെ സിദ്ധാന്തത്തെയും പ്രായോഗിക വശത്തെയും ഒരുമിച്ച് എടുത്ത് ക്രോഡീകരിച്ച് ഒരു 4 വരിയിൽ ഈ വേദാന്തത്തിൻ്റെ സിദ്ധാന്തം ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് തന്നെയാണ് വേദാന്തത്തിൻ്റെ സന്ദേശമായി എനിക്ക് സമൂഹത്തിന് നൽകാനുള്ളത്. ആ ആത്മോപദേശ ശതകം എന്ന അത്യുജ്വലമായ വേദാന്ത കൃതിയിലെ 24-ാം ശ്ലോകം, അവനിവൻ എന്നറിയുന്നതൊക്കെയോർത്താൽ അവനിയിൽ ആദിമമായൊരാത്മരൂപം, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരേണം. അപ്പം ആദ്യത്തെ 2 വരി, അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായൊരാത്മരൂപം. അപ്പം നമ്മളെ ഞാൻ, നീ, അവൻ, ഇവൻ, ഇതൊക്കെ ഒന്ന് വിചാരം ചെയ്യണം. ഇതെന്താണെന്ന് ഒന്ന് വിചാരം ചെയ്തറിഞ്ഞാൽ, ഇതിൻ്റെ സത്തയിലേക്ക് പോയാൽ ഈ ലോകത്തിൽ ആദ്യമേയുള്ള ആത്മരൂപം തന്നെയാണിതെല്ലാം എന്ന് ബോധ്യപ്പെടാൻ വലിയ പ്രയാസമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ അപ്പോൾ ഇത് അതിൻ്റെ തിയറി, സിദ്ധാന്തമാണ്. അടുത്ത 2 വരിയാണ് പ്രായോഗിക വശം. അതാണ് വേദാന്തത്തിൻ്റെ സന്ദേശം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. അപ്പോൾ നമ്മുടെ എല്ലാ പ്രവൃത്തിയും ആത്മസുഖത്തിനാണ്, പക്ഷെ അത് മറ്റൊരാളുടെയും കൂടി സുഖത്തിന്, മറ്റുള്ള എല്ലാവരുടെയും. അപ്പോൾ ആർക്കും നമുക്ക് മറ്റൊരാൾക്ക് സുഖം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും അവർക്ക് ദോഷവും ദുഃഖവും ഉണ്ടാക്കുന്ന ഒന്നും നമ്മൾ ചെയ്യരുത്. അപ്പോൾ വേദാന്തത്തിന് അന്നും ഇന്നും ഒന്നേ പറയാനുള്ളൂ, തൽക്കാലം നമ്മൾ നിൽക്കുന്ന തലം, നമ്മൾ ഏത് കർമ്മത്തിൽ ഏർപ്പെട്ടു പോയാലും ചിലപ്പോൾ ഘോര കർമ്മങ്ങൾ ചെയ്യേണ്ട ഒരവസ്ഥ വരാം. കുരുക്ഷേത്ര യുദ്ധത്തിലെ അർജുനനെ പോലെയൊക്കെ അങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഇപ്പോൾ സോൾജേഴ്സ് ഉണ്ട്. ഏർപ്പെട്ടാൽ പോലും ഈ തത്വം കൂടി അതിൽ കൂട്ടിച്ചേർക്കുക. നമ്മൾ എന്ത് കർമ്മം ചെയ്താലും അവിടെ ഇവിടെ പലതില്ല. കഠോപനിഷത്ത് പറയുന്നത് പോലെ നേഹ നാനാസ്തി കിഞ്ചന, ഇവിടെ അല്പം പോലും പലതില്ല. ഏകമേവാദ്വിതീയം, ഇത് സർവവും രണ്ടില്ലാത്ത സത്യമാണ്, സർവം ബ്രഹ്മമയം. ഇത് ഉള്ളിൽ ഈ ബാലകൃഷ്ണൻ സാറ് പറഞ്ഞതുപോലെ ആരോടും പറയേണ്ട 5 പൈസയുടെ ചിലവില്ല. അപ്പം നമ്മൾ എന്ത് കർമ്മം ചെയ്താലും ഇത് കൂട്ടിച്ചേർത്ത് ഇതെല്ലാം ബ്രഹ്മമാണ്. ഈ കർമ്മവും കർമ്മം ചെയ്യുന്ന ഞാനും കർമ്മഫലവും ബ്രഹ്മം തന്നെ. സാറ് പറയുന്നത് രാവിലെ അടുക്കളയിൽ തീ കത്തിക്കുന്നത് മുതൽ ഈ തീയും അടുപ്പും ഈ ആഹാരവും ഈ അമ്മിക്കല്ലും
സർവവും ബ്രഹ്മം എന്നൊന്ന് കണ്ടു നോക്കൂ. നിങ്ങൾ ഇതുവരെ ഒരുപാട് സങ്കല്പങ്ങളിൽ ജീവിച്ചല്ലോ. ഇനി ഒന്ന് എല്ലാ കർമ്മത്തിനും ഓടൊപ്പം ഈ ഒരു അറിവ്, ജ്ഞാനം കൂടി കൂട്ടിച്ചേർക്കൂ. ജീവിതത്തിൽ അത്യത്ഭുതകരമായ മാറ്റം എല്ലാവർക്കും ഉണ്ടാകും. അതിനായി വേദാന്തത്തിൻ്റെ സർവ്വഗുരുക്കന്മാരും എൻ്റെ ഗുരുനാഥൻ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാറും ശ്രീനാരായണ ഗുരുദേവനും എല്ലാവരും തന്നെ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വസ്തി, മംഗളം. शिवारविन्दं 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 शिवारविन्दं